നമസ്കാരം. കരിങ്കുന്നം സോളാറിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ കൃത്യമായിട്ട് കാണാൻ പറ്റും. കണ്ടോ, നമ്മളിന്ന് നോക്കുന്നത് നമ്മളൊരു 2 ആഴ്ച മുമ്പ് ഒരു വീഡിയോ ചെയ്തിരുന്നു ഇൻഡക്ഷൻ കുക്കറുമായിട്ട് ബന്ധപ്പെട്ട്. അതായത് ലോകത്തിലെ ഏറ്റവും ലാഭകരമായ പാചകം എന്ന് പറഞ്ഞാൽ നമ്മൾ ആ വീഡിയോ ചെയ്തിരുന്നത്. അപ്പോൾ അതിനകത്താണ് ഏറ്റവും കൂടുതൽ ആളുകൾ നമുക്ക് വാട്സപ്പിനകത്തേക്ക് മെസ്സേജ് വിട്ടത്. അതായത് നെഗറ്റീവായിട്ടും പോസിറ്റീവായിട്ടും ഒക്കെ നമ്മൾ പറഞ്ഞതിനകത്ത് തെറ്റുകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടും ഒക്കെയാണ് ഒരുപാട് ആൾക്കാർ മെസ്സേജ് വിട്ടത്. അപ്പോൾ അതിൽ നിന്നും ഉള്ള ആ മെസ്സേജുകൾ കണ്ടപ്പോൾ തന്നെ എനിക്ക് തോന്നി ഇതിനകത്ത് ഒരു 2ാം ഭാഗമായിട്ട് ഒരു വീഡിയോയും കൂടി ഈ മെസ്സേജിനെല്ലാം മറുപടി ഒന്ന് കൊടുക്കണമെന്നുള്ളത് എനിക്ക് തോന്നിയതുകൊണ്ട് അതിൻ്റെ ബേസിലാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പം അതിനകത്ത് ചോദിക്കുന്ന എല്ലാ ചോദ്യത്തിനും ഫുള്ളായിട്ട് മുഴുവൻ എല്ലാ ചോദ്യത്തിനും പൂർണ്ണമായിട്ടുള്ള ആൻസർ നൽകുക എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോയുടെ ലക്ഷ്യം. അപ്പോൾ ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഞാനത് നമ്മുടെ കമൻറ്റ് ബോക്സിനകത്ത് ഞാൻ പിൻ ചെയ്ത് വെക്കുന്നുണ്ട്. നിങ്ങൾക്ക് ആ വീഡിയോ ഒന്ന് കാണാം. അപ്പോൾ ഒന്നാമത്തെ ഏറ്റവും കൂടുതൽ ആൾക്കാർ ചോദിച്ചൊരു കാര്യമാണ് ഇതിനകത്ത് ഈ വെള്ളമാണോ പാത്രമാണോ ആദ്യമേ ചൂടാകുന്നതെന്നുള്ളൊരു വിഷയം. ഞാൻ അതിനകത്ത് പാത്രമെന്ന് പറഞ്ഞപ്പോൾ അതല്ല, വെള്ളമാണ്, എനിക്ക് അറിഞ്ഞുകൂടാ, അല്ലെങ്കിൽ തെറ്റുപറ്റി എന്നുള്ള രീതിയിലാണ് ആളുകൾ പലരും എനിക്ക് മെസ്സേജ് ചെയ്തത്. അപ്പോൾ അതിന് ഞാൻ ഒരിക്കൽ കൂടി പറയുകയാണ്, പാത്രം തന്നെയാണ് കൃത്യമായിട്ട്. അപ്പോൾ അത് ഞാൻ നിങ്ങളെ കാണിച്ചു തന്നെ തരാം ആദ്യം തന്നെ ഈ പാത്രമാണെന്നുള്ളത് എങ്ങനെയാണെന്നുള്ളത്. ഓക്കെ, അപ്പോൾ അത് കണ്ടതിന് ശേഷം നമുക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്യാം. അപ്പോൾ നമുക്ക് ടെസ്റ്റ് ചെയ്ത് ഞാൻ കാണിച്ചു തരുന്നുണ്ട്. ഇതെല്ലാം മെറ്റീരിയൽ വെച്ചിട്ടുണ്ട്, നോക്കിക്കൊണ്ട് ഇത് ഓണാക്കാൻ പോകണം കേട്ടോ. ഇതിപ്പോൾ കുക്കർ ഓണായിരിക്കുകയാണ്. ഇപ്പോൾ നമുക്ക് വെള്ളമാണോ അതോ ഇതേ കൊടുക്കുന്ന ആ പാത്രമാണോ പെട്ടെന്ന് ആദ്യമേ ചൂടാകുന്നുള്ള നമുക്കൊന്നും അറിയാം. നോക്കിയോട്ടോ, ഇപ്പോൾ ഓണാക്കിയിട്ടിരിക്കുകയാണ്. ഇപ്പോൾ ചൂടായി വരുന്നുണ്ട്. ഇത് കൃത്യമായിട്ട് ഞാൻ കാണിച്ചു തരാം. കണ്ടോ, ഇവിടെ ഇപ്പോൾ പഴുത്ത് തുടങ്ങി. കണ്ടോ, ഇപ്പം പഴുത്തു. കണ്ടോ, പഴുത്ത് വരുന്നുണ്ടോ? ഈ പാത്രം ചൂടായി വരുന്നതിന് ആണ് ഈ പഴുത്ത് വരുന്നത്. കണ്ടോ, ഇവിടെ പഴുത്ത്. ഇതുണ്ടോ, വട്ടത്തിൽ പഴുത്ത്. ഇതിങ്ങനെ ഇത്രയും വട്ടത്തിൽ ഇങ്ങനെയാണ് ഇതിനകത്ത് കോയിൽ വരുന്നത്. അപ്പോൾ ആ ഭാഗമാണ് ഇവിടെ അങ്ങനെ പഴുത്ത് വരുന്നത്. കണ്ടോ, ഞാൻ ലൈറ്റ് ഒന്ന് ഓഫ് ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ കൃത്യമായിട്ട് കാണാൻ പറ്റും. കണ്ടോ, കണ്ടോ, ഇതാണ് കുക്കറിലിരിക്കുന്നത്. കണ്ടോ, ലൈറ്റ് ഓഫ് ചെയ്യും. കണ്ടോ, നോക്കി, വ്യക്തമായിട്ട് കാണാൻ പറ്റില്ലേ? ഇത് വെള്ളമൊന്നുമില്ല, പാത്രത്തിൻ്റെ അടിഭാഗമാണ്. ഇത് ഈ മെറ്റീരിയലിൽ നിന്ന് കൂട്ടിയാൽ മതി പഴുത്തിങ്ങനെ. ഇതിപ്പോൾ നിങ്ങളിങ്ങനെ ചെയ്തൊന്നും നോക്കരുത് കേട്ടോ. ഇതുപോലെ ഞാൻ നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടി ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. കണ്ടോ, പഴുത്തിക്കുന്നുണ്ടോ? സാധാരണ നമ്മുടെ ഹീറ്റർ പഴുക്കുന്നതൊക്കെ പഴുത്തിരിക്കുന്നത് പാത്രത്തിനടിയായിട്ട്. ഓക്കെ, ഇപ്പോൾ ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓഫ് ചെയ്തേക്കാം. അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ, ഇതിനകത്ത് ഈ പാത്രം തന്നെയാണ് ആദ്യമേ ചൂടാകുന്നത് എന്നുള്ള കാര്യം നിങ്ങൾക്ക് ഇതിനൊന്നും മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനിയും ആ സംശയം ആളുകൾ മനസ്സിൽ വെച്ചുകൊണ്ട് ഇരിക്കേണ്ട. പാത്രമാണ് ചൂടാകുന്നത്. അത് നമുക്ക് എന്തുകൊണ്ടാണ് ഈ പാത്രമല്ല വെള്ളമാണെന്ന് തോന്നുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പാത്രത്തിൻ്റെ അടിത്തട്ടാണ് ആദ്യമേ പെട്ടെന്ന് ചൂടായി നല്ല ഹീറ്റായി വരുന്നത്. അത് പെട്ടെന്ന് തന്നെ വെള്ളത്തിലേക്ക് അബ്സോർബായി പോകുന്നത് കൊണ്ട് തന്നെ ഈ പാത്രത്തിന് സൈഡിൽ നമ്മളിപ്പം വെള്ളം ചൂടാൻ തുടങ്ങുമ്പോൾ തന്നെ അതിന് അടിയിൽ നിന്നും വെള്ളത്തിലേക്ക് പെട്ടെന്ന് ഈ ഹീറ്റ് വലിച്ചെടുത്തുകൊണ്ടിരിക്കും. നമ്മൾ ആ പാത്രത്തിൻ്റെ എഡ്ജിലൊന്നും തൊട്ട് കഴിഞ്ഞാൽ കാര്യമായ ചൂടൊന്നും നമുക്ക് അനുഭവപ്പെടത്തില്ല. പക്ഷേ വെള്ളത്തിൽ തൊടുമ്പോൾ നല്ല ചൂട് നമുക്ക് തോന്നുകയും ചെയ്യും. അതുകൊണ്ടാണ് കൂടുതലും ആൾക്കാർ ഇങ്ങനെ ഒരു മെസ്സേജ് വിടാനായിട്ട് കാരണമായതെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും നിങ്ങൾക്കത് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അടുത്ത 2ാമത്തെ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും കൂടുതൽ ആളുകൾ അയച്ച ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് IR എന്ന് പറഞ്ഞൊരു സംഭവം. അതായത് നമ്മളുടെ ഇൻഫ്രാറെഡ് ഉപയോഗിച്ചിട്ടുള്ള ഇതുപോലത്തെ ഇൻഡക്ഷൻ കുക്കറുകളുണ്ടല്ലോ, അതല്ലേ ഇതിനെ കഴിഞ്ഞ് ലാഭം ആയിട്ടുള്ളത്. അതുപോലെ തന്നെ നമുക്ക് ഈ ചില ആൾക്കാർ എനിക്ക് മെസ്സേജ് വിട്ടാണ് ഈ ബാറ്ററികൾ ഉപയോഗിച്ച്, അതായത് നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ പവർ ബാങ്കുകൾ ഉപയോഗിച്ചുകൊണ്ടിട്ട് ഉപയോഗിക്കാവുന്ന ഇൻഡക്ഷൻ കുക്കറിന് പകരം നമുക്ക് ഉപയോഗിക്കാവുന്ന, അത് നമ്മുടെ മറ്റേ ഗ്യാസ് പോലെ തന്നെ കത്തി നിൽക്കുന്ന അതേ രീതിയിലുള്ളതും ഒക്കെ ആയിട്ടുള്ള സ്റ്റൗകളും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ എന്നുള്ളത്, അതെല്ലാം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഫേക്ക് ആയിട്ടുള്ള സംഭവമാണ്. നിങ്ങൾക്ക് ഈ യൂട്യൂബിനകത്തൊക്കെ നോക്കി കഴിഞ്ഞാൽ അങ്ങനെയുള്ള സംഭവങ്ങൾ കാണാനായിട്ട് പറ്റും. ഈ ബാറ്ററി ഒന്നും ഉപയോഗിച്ച് ഒരിക്കലും നമുക്ക് പാചകം ചെയ്യാനൊന്നും ഒരിക്കലും പറ്റത്തില്ല. ചുമ്മാ വെറുതെ ആൾക്കാർ അവരുടെ വീഡിയോയ്ക്ക് നല്ല വ്യൂ കിട്ടാൻ വേണ്ടി അവർ ചെയ്യുന്ന ഒരു ട്രിക്ക് മാത്രമാണത്. അല്ലാതെ കൊണ്ട് അങ്ങനെ ഒരു സംഭവം ഒരിക്കലും നടക്കത്തില്ല. നിങ്ങൾക്ക് ആലോചിച്ചാൽ തന്നെ അറിയാമല്ലോ, ഒരു പവർ ബാങ്ക് നമ്മൾ ചോറ് വെക്കാനും വെള്ളം തിളപ്പിക്കാനൊക്കെ ഒരിക്കലും സാധിക്കും. അങ്ങനെ നമ്മൾ ചിന്തിക്കാൻ പോലും പാടില്ലാതെ ശരിക്കും. പക്ഷേ ഇതിങ്ങനെ വീഡിയോകൾ ശരിക്കും പക്ക അതാണ് നമുക്ക് തോന്നുന്ന രീതിയിൽ ഇട്ട് കഴിയുമ്പോൾ ആൾക്കാർ അതിനകത്ത് വിശ്വസിച്ച് പോകുന്നതുകൊണ്ടാണ് അങ്ങനെയുള്ള മെസ്സേജുകളൊക്കെ ഇടാനായിട്ടുള്ള ഒരു കാരണമായത്. അതുപോലെ തന്നെ ഈ IR എന്ന് പറയുന്ന സംഭവം ഒത്തിരി ആൾക്കാർ എന്നോട് ചോദിച്ച ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. IR സ്റ്റൗകൾ ഇതിനെ കഴിഞ്ഞ് ലാഭകരമല്ലേ എന്ന്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, IR എന്ന് പറഞ്ഞു കഴിയുമ്പോൾ പലരും വിചാരിച്ചിരിക്കുന്നത് വെച്ചാൽ
അതിനകത്ത് ഈ ശരിക്കും ഇൻഫ്രാറെഡ് ലൈറ്റിംഗ് പോലെ എന്തെങ്കിലും ഇങ്ങനെ വന്നതിന് ശേഷം ഈ പാത്രത്തിലേക്ക് അടിച്ചതിന് ചൂടാക്കുകയാണ്. അത് ഒട്ടും നഷ്ടം വരാതെ കൃത്യമായിട്ട് അടിക്കുന്ന ഒരു സംഭവം. അത് കാണുന്ന നിങ്ങൾക്ക് അതിനകത്ത് ആ നെറ്റിനകത്തൊക്കെ അത് കാണുമ്പോൾ ആ ഒരു രീതിയിൽ അവർ ആ ഒരു കാഴ്ചപ്പാട് വരത്തക്ക രീതിയിൽ അവർ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് പക്ഷേ ഈ IR കുക്കറുകളെന്ന് പറയുന്ന സാധനം, ഗ്ലാസ് ടോപ്പ് എന്നൊക്കെ പറഞ്ഞു വരുന്ന സംഭവം ശരിക്കും നമ്മുടെ ഈ സാധാരണ കോയിലുണ്ടല്ലോ നമ്മുടെ കറണ്ടിൻ്റെ, അത് തന്നെയാണ് സാധനം. അപ്പോൾ ഇതിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ അതിന് 60% ഉള്ളൂ. ഞാൻ അതിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു 60% എഫിഷ്യൻസി മാത്രമേ അങ്ങനത്തെ സംഭവത്തിനുള്ളൂ എന്നുള്ള കാര്യം. പക്ഷേ അത് ഒന്നും ആൾക്കാർ ചിന്തിക്കാറുണ്ട്. IR എന്ന് പറയുമ്പോൾ അത് മറ്റെന്തോ ആണെന്ന് വിചാരിച്ചുകൊണ്ടാണ് IR വാങ്ങിക്കട്ടെ ചേട്ടാ, IR വാങ്ങിക്കട്ടെ റോയി എന്നും പറഞ്ഞുകൊണ്ട് എനിക്ക് പലരും മെസ്സേജ് വിട്ടത്. അപ്പോൾ സെയിം അത് വാങ്ങിച്ച ആൾക്കാർ ഒക്കെ അറിയാൻ പറ്റും. സെയിം ഇത് ഇൻഡക്ഷൻ കുക്കറിനെ കഴിഞ്ഞും ഒത്തിരി നമുക്ക് എഫിഷ്യൻസി കുറവാണ്. അത് മറ്റേ പഴയ നമ്മുടെ ഹീറ്റർ കോയിലിൻ്റെ തന്നെ ഒരു വെറൈറ്റി ആയിട്ട് ഇറക്കിയിരിക്കുന്ന ഒരു സംഭവമാണ്. പിന്നെ വിദേശ രാജ്യങ്ങളിൽ ചൈനയിലും അവിടെയൊക്കെ ഈ സാധനത്തെ തന്നെ ഇവർ ഈ LED ബൾബൊക്കെ വെച്ചിട്ട് ഭയങ്കര ഷോ ആയിട്ട്, അതായത് കണ്ട് നമ്മൾ ഗ്യാസ് കത്തിക്കൊണ്ട് നിൽക്കുന്ന രീതിയിൽ അതേ കുറച്ച് LED ബൾബും കൂടെ കൊടുത്തിട്ട് ഷോ കാണിക്കത്തക്ക രീതിയിലൊക്കെ പല വെറൈറ്റികളൊക്കെ ഇറക്കുന്നുണ്ട്. പിന്നെ നിങ്ങൾ നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും, കറണ്ടേ കുത്തിയിട്ട് ചുമ്മാ ഒരു സംഭവത്തെ തിരിക്കുമ്പോഴത്തേക്കും തീയായിട്ട് ഇങ്ങനെ പെട്ടെന്ന് ഗ്യാസ് കത്തുന്നതുകൊണ്ട് തന്നെ കത്തുന്ന സംഭവങ്ങൾ അതൊക്കെ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. അതിനകത്ത് തന്നെ സംഭവിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതുപോലത്തെ ഒരു കുറ്റി, ഇത് നമുക്കറിയാമല്ലോ ഈ ബ്ലോവർ നമ്മളിത് ഉപയോഗിക്കുന്ന സംഭവം, ഇത് കണ്ട് ഇത് ശരിക്കും കുക്കിംഗ് ഗ്യാസ് പോലെ തന്നെ നമുക്കിത് കത്തുന്ന ഗ്യാസ് തന്നെയാണ് ഈ സാധനം. ഇതുപോലെ ചെറിയ ടിന്ന് അത് മേടിക്കാനായിട്ട് കിട്ടും. അപ്പോൾ ഈ സംഭവം ശരിക്കും ഇവരെന്നെ ചെയ്യുന്നത് ചോദിച്ചാൽ ഈ ഗ്യാസ് കുറ്റിക്ക് പകരം ഈ ഗ്യാസിൻ്റെ ആ സംഭവത്തിനകത്ത് ഈ സാധനത്തിന് ഫിറ്റ് ചെയ്യും. ഇതെന്ന് ഗ്യാസിൻ്റെ ബർണറിൻ്റെ അങ്ങോട്ട് കണക്ഷനും കൊടുത്ത് എല്ലാം സെറ്റപ്പ് ചെയ്ത് വെച്ചതിന് ശേഷം ഇവരൊരു പ്ലഗ് സോക്കറ്റിലേക്ക് എടുത്ത് സാധനം കുത്തിയിട്ട് ഇവർ തിരിച്ച് കഴിയുമ്പോഴത്തേക്കും വേറെ ഒന്നും കാണാനില്ല, ഒരു കണക്ഷനും ഇല്ല, ഒന്നും കാണാനായിട്ടില്ല. സംഭവം നല്ല ഭംഗിയായിട്ട് ഗ്യാസ് കത്തുന്നത് ഭയങ്കരമായിട്ട് കത്തുന്നു, എല്ലാ പാത്രങ്ങളും വെച്ച് തിളപ്പിക്കുന്നു, എല്ലാ സംഭവം നടക്കും. അപ്പോൾ ഈ ഗ്യാസിൽ നിന്ന് ഇത് ഊരി കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ഈ സംഭവം കെട്ടുപോകാൻ വേണ്ടിയിട്ടുള്ള സംവിധാനം അവരതിനകത്ത്, അതായത് അതിൻ്റെ ഇത് ലോക്ക് ആകാൻ വേണ്ടിയിട്ടുള്ള സംവിധാനം അവരതിനകത്ത് ചെയ്തു വെക്കും. അപ്പോൾ ഇതും ഇതുപോലെ ഒരു ഫേക്ക് ആയിട്ടുള്ളൊരു സംഭവമാണ്. എന്ന് പറഞ്ഞാൽ നമ്മളെ പറ്റിക്കാൻ വേണ്ടിയിട്ട് ഈ വീഡിയോയ്ക്ക് കുറച്ച് മൂവ് കിട്ടാൻ വേണ്ടിയിട്ട് ഇവർ ചെയ്യുന്നൊരു സംഭവമാണ് ഇത്. അതിനുള്ളിൽ ഇങ്ങനത്തെ ഗ്യാസ് ഉണ്ട്, അല്ലാതെ ഒരിക്കലും കറണ്ട് എന്ന ഈ ഗ്യാസെ കത്തുന്നത് അതേപോലെ തന്നെ ഒന്നും സംഭവം സുഗമമായ രീതിയിലൊന്നും പ്രവർത്തിപ്പിക്കാനായിട്ട് പറ്റത്തില്ല എന്നുള്ള കാര്യം നിങ്ങളൊന്ന് മനസ്സിലാക്കി വയ്ക്കുക. അപ്പോൾ ഈ IR എന്ന് പറയുന്ന സാധനം നിങ്ങൾ വാങ്ങിച്ചുകഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് 10,000-3000 ഒക്കെ വാട്ടായിരിക്കും അത് എടുക്കുന്നത്. ഭയങ്കര കറണ്ട് ചാർജ് വരും. അത് ഹീറ്റ് എനർജി ആയിട്ട് അതിൻ്റെ സൈഡിലേക്കും എല്ലാം മറ്റേ സാധാരണ ഹീറ്റർ പോലെ തന്നെ നമുക്ക് നഷ്ടം വന്നുകൊണ്ടാണ് ഇരിക്കുന്നത്. ഭയങ്കര ഹീറ്റിംഗ് ആയിരിക്കും അതിന്. അങ്ങനത്തേത് വാങ്ങിക്കരുത്. നിങ്ങൾ ഈ ഇൻഡക്ഷൻ കുക്കറാണ് ഏറ്റവും ലാഭകരം എന്ന് ഞാൻ പറഞ്ഞത് സത്യം തന്നെയാണ്. അത് തന്നെ വാങ്ങിക്കുന്നതായിരിക്കും നിങ്ങൾക്ക് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻ. പിന്നെ പ്രധാനമായിട്ട് ആൾക്കാർ ചോദിച്ച ഒരു വിഷയമാണ്, ഇത് നമുക്ക് ക്യാൻസർ ഉണ്ടാക്കുമോ, ഇതെന്നുള്ള റേഡിയേഷൻ ഒരു പ്രശ്നമല്ലേ എന്നുള്ളൊരു വിഷയം. അപ്പോൾ അതിനകത്ത് നമ്മൾ നോക്കുവാണെങ്കിൽ ഈ ക്യാൻസർ എന്ന് പറയുന്ന സംഭവം അത് പല രീതിയിലും നമുക്ക് വരും. നമുക്കറിയാം ഒരു 100 കൂട്ടം സൈസ് ക്യാൻസർ ഉണ്ട്, അതുപോലെ 100 കൂട്ടം രീതിയിലാണ് ഇത് വരുന്നതും. അപ്പോൾ അതിനകത്ത് നമുക്ക് പ്രധാനമായിട്ടും 2 വിഭാഗമായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഒന്നാമതായിട്ട് തന്നെ വരുന്നത് ഇപ്പം നമുക്ക് ഈ കെമിക്കലായിട്ടുള്ള ഇപ്പോൾ പുകയില ഉപയോഗം, അതുപോലെ തന്നെ സിഗരറ്റൊക്കെ വലിക്കുമ്പോൾ അങ്ങനെയൊക്കെ ഉള്ളതെന്നൊക്കെ വരുന്നത് അങ്ങനെ വരുന്നു. പിന്നെ ഫുഡ് അത് കഴിക്കുമ്പോഴുണ്ടാകുന്ന അതിനകത്ത് വരുന്ന എല്ലാ ക്യാൻസറുകൾ, അതിനകത്ത് വരുന്ന പ്രശ്നങ്ങൾ കൊണ്ട് ഉണ്ടാകുന്ന ക്യാൻസറുകളുണ്ട്. 1, 2 റേഡിയേഷൻ പോലെയുള്ള സംഭവം, അതായത് ആൽഫ ബീറ്റ ഗാമ പോലെയുള്ള സംഭവങ്ങൾ, അതിൻ്റെ പ്രശ്നം കൊണ്ടുണ്ടാകുന്ന ക്യാൻസർ. ഇങ്ങനെ 2 രീതി നമുക്കിതിനെ തിരിച്ചെടുക്കാം. അപ്പോൾ അതിനകത്ത് ആദ്യത്തെ വിഭാഗം നമുക്കിതുമായിട്ട് യാതൊരു ബന്ധമില്ലാത്തതുകൊണ്ട് നമുക്ക് അതിനെ അങ്ങോട്ട് മാറ്റി നിർത്താം. രണ്ടാമത്തെ ആ ഒരു വിഭാഗത്തിൽ വരിക എന്നതിനകത്താണ് ഇതിൻ്റെ പ്രശ്നം വരാൻ സാധ്യതയുള്ളത്. അതായത് ഈ ആൽഫ ബീറ്റ ഗാമ അങ്ങനെയുള്ള കിരണങ്ങൾ അടിക്കുന്ന ആ ഒരു സംഭവം, അതെന്ന് പറഞ്ഞാൽ നമുക്ക് ഇതെന്ന് എന്തെങ്കിലും സംഭവം പുറത്തേക്ക് വരുന്നുണ്ടെന്നുള്ളതാണ്. അപ്പോൾ ശരിക്കും ഈ സാധനത്തെ നിന്ന് നമുക്ക് അതിൻ്റെ ആ മാഗ്നറ്റിക് ഫീൽഡ് ശരിക്കും ഇതിപ്പോൾ നമ്മളിപ്പോൾ ഒരു മൈക്രോവേവ് ഓവനാണെങ്കിൽ അതെന്ന് ശരിക്കും ഒരു ഫ്രീക്വൻസി പോയതിന് ശേഷം ഈ വെള്ളത്തിനകത്തേക്കോ അല്ലെങ്കിൽ അതിനകത്ത് ചെയ്യുന്ന അതിൻ്റെ മോളിക്യൂൾസുകളെ ഉത്തേജിപ്പിച്ചുകൊണ്ടിട്ടാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് വർക്ക് ചെയ്യുന്നത്. അതിൻ്റെ ഒരു ടെക്നോളജി അങ്ങനെയാണ്. പക്ഷേ ഇതിൻ്റെ ടെക്നോളജി ശരിക്കും മോളിക്യൂളുമായിട്ട് ബന്ധപ്പെട്ടില്ല. ഇത് ശരിക്കും ഇതിൻ്റെ ഈ ടോപ്പിൽ വെച്ചിരിക്കുന്ന അയണിലേക്ക് ശരിക്കും ഇതിൻ്റെ ഫ്ലക്സ് അല്ലെങ്കിൽ നമ്മളുടെ മാഗ്നറ്റിക് ഫീൽഡ് രൂപീകൃതമാകുകയാണ് ചെയ്യുന്നത്. ആ ഫീൽഡിനുള്ളിൽ വരുന്ന ഇരുമ്പ് ഏതാണോ അതിനുള്ളിൽ കൂടി കറണ്ട് കടന്നു പോകുമ്പോൾ അതാണ് ശരിക്കും ചൂടാവുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് ശരിക്കും ഒരു മാഗ്നറ്റിക് ഫീൽഡ് രൂപീകൃതമാകുകയാണ് ചെയ്യുന്നത്. അതായത് 1 അടി ആയിരിക്കും അതിന് ഏകദേശം അതിന് മാക്സിമം പവർ കവറേജ് ഏരിയ ഉള്ളൂ. അതിനോടുള്ളിൽ നമ്മൾ എന്തെങ്കിലും വെച്ചെങ്കിൽ മാത്രമേ അതിൻ്റെ ആ ഒരു പവർ അതിലേക്ക് വർക്ക് ചെയ്യത്തുള്ളൂ, അല്ലെങ്കിൽ അതിന് ചൂടുണ്ടാകത്തുള്ളൂ ആ മെറ്റീരിയലിന്. അതിനപ്പുറത്തേക്ക് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവില്ല. ഇതിന് പോകുന്നതിന് കൃത്യമായിട്ട് ഒരു ദൂരപരിധി ഉണ്ട്. മാക്സിമം 1 അടിയാണ് ഇതിൻ്റെ ഒരു ദൂരപരിധി. സാറിന് ഒരു ഇൻഡക്ഷൻ കുക്കർ ആണെങ്കിൽ 1 മീറ്റർ ഒന്നും കഴിഞ്ഞാൽ പിന്നെ യാതൊരുവിധ എഫക്റ്റും ഉണ്ടാവില്ല. അപ്പോൾ ഇതിൽ നിന്നും യാതൊരുവിധ റേഡിയേഷൻ പുറത്തേക്ക് വരുന്നില്ല എന്ന് മാത്രമല്ല, നമ്മൾ നോക്കുവാണെങ്കിൽ നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് റേഡിയേഷൻ എന്ന് പറയുന്ന ഒരു സംഭവം നമ്മുടെ പ്രകൃതിയിൽ എല്ലായിടത്തും നമുക്ക് ഈ ഒരു റേഡിയേഷൻ ഉണ്ട് ഇതിനകത്തുനിന്ന്. ഇപ്പം നമ്മുടെ കല്ലിൽ നിന്നും മണ്ണിൽ നിന്നും അതുപോലെ നമ്മുടെ ഈ പ്രകൃതിയിൽ നിന്ന്, അതായത് ഇപ്പം നമ്മൾ നോക്കുവാണെങ്കിൽ നമ്മുടെ വീടിനകത്തൊക്കെ നമ്മൾ ഗ്രാനൈറ്റ് ഇട്ടിട്ടുണ്ടല്ലോ.
ഈ ഗ്രാനൈറ്റിൽ നിന്നും വരുന്ന റേഡിയേഷൻ ശരിക്കും ഈ മൈക്രോവേവിൽ നിന്നും അല്ല ഇതിൽ നിന്ന് വരുന്നതിന് കഴിഞ്ഞും ഡേഞ്ചറാണ്. അത് ആൾക്കാർക്ക് അറിയത്തില്ലാത്തതുകൊണ്ടാണ്. നമ്മുടെ ഇവിടെയുള്ള കല്ലുകളിൽ നിന്നെല്ലാം റേഡിയേഷൻ വന്നുകൊണ്ടിരിക്കുന്നത്. അതായത് നമ്മളിപ്പം പ്രധാനമായിട്ടും നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് നമ്മുടെ ഈ മാർബിള്, അതേപോലെ തന്നെ നമ്മളുടെ ഈ ഗ്രാനൈറ്റ് കല്ലുകളൊക്കെ, നമ്മുടെ കിച്ചണിനകത്തൊക്കെ ഇടുന്ന ഗ്രാനൈറ്റ്. നമ്മുടെ ഈ ഗ്രാനൈറ്റ് കല്ലിനകത്തൊക്കെ നമ്മൾ ശരിക്കും യുറേനിയം, തോറിയം പോലെയുള്ള സംഭവങ്ങൾ വളരെ ലൈറ്റായിട്ടുണ്ട്. അപ്പോൾ അതേന്ന് ശരിക്കും ഡീക്കേ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിനകത്ത് ഇരുന്നുകൊണ്ട്. അതേന്ന് ശരിക്കും റേഡിയേഷൻ വരുന്നുണ്ട്. അതുകൊണ്ട് ശരിക്കും സേഫാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൂടുതലായിട്ടും നമ്മളുടെ വീടുകളിൽ ഗ്രാനൈറ്റ് ഉപയോഗിക്കുന്നത് ശരിക്കും അത്ര നല്ലതൊന്നുമല്ല. അതേന്നുള്ള റേഡിയേഷനും കൊണ്ട് പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട് എന്നുള്ളത് തന്നെയാണ് സത്യത്തിൽ ഉള്ളൊരു സാഹചര്യം. പക്ഷേ അത് വളരെ അപൂർവമായിട്ട് മാത്രമേ വലിയ ഡേഞ്ചർ ആയിട്ടുള്ള വരത്തുള്ളൂ. ഇപ്പം നമ്മൾ ഏത് ഖനിയിൽ നിന്നുമാണോ ഇത് കൊണ്ടുവരുന്നത്, ആ ഖനിയിൽ അടങ്ങിയിരിക്കുന്ന യുറേനിയത്തിൻ്റെയും തോറിയത്തിൻ്റെയും മറ്റ് സംഭവങ്ങളുടെയൊക്കെ ആ ഒരു റേഷ്യോ അനുസരിച്ച് ഇരിക്കും നമുക്കതുകൊണ്ട് ദോഷമുണ്ടാകാനുള്ള ചാൻസ്. അതാണ് അതിനകത്തുള്ളൊരു കാര്യം. അപ്പോൾ ശരിക്കും ഇങ്ങനെയുള്ള ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളിൽ നിന്ന് വരുന്നതിനേക്കാളും കൂടുതൽ സാധ്യത നമ്മുടെ വീട്ടിൽ ശരിക്കും ഇതിൽ നിന്ന് വരാനായിട്ടുള്ള ഒരു സംഭവമാണ്. അതായത് ആൽഫ ബീറ്റ കണങ്ങളൊക്കെ ഇതിൽ നിന്ന് വരും. പക്ഷേ നമുക്ക് ഒരിക്കലും ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ കാരണം ആൽഫ ബീറ്റ ആ സംഭവങ്ങൾ ഒരിക്കലും, അത് ഏറ്റവും ഡേഞ്ചർ ആയിട്ടുള്ള സംഭവമാണ്, അതൊരിക്കലും വരത്തില്ല. അതൊരു വളരെ ചേർന്നടുത്തിരിക്കുന്ന ഒരു സംഭവത്തിൽ നിന്ന് മാത്രമേ അത് നമുക്ക് ഏക്കത്തുള്ളൂ. അതായത് ഇത് ഈ അന്തരീക്ഷത്തിൽ കൂടെ ഈ ഗാമ റേസ് പോകുന്നവർക്ക് ഇത് ഇങ്ങനെ പാസ് ചെയ്ത് പോകത്തില്ല ആൽഫയും ബീറ്റയും. അത് പക്ഷേ വളരെ പവർഫുള്ളാണ്, നമുക്ക് കൂടുതൽ ദോഷം ചെയ്യുന്ന സംഭവമാണ് ആൽഫയും ബീറ്റയും. അപ്പോൾ അത് ഈ ഗ്രാനൈറ്റിനകത്ത് നമുക്ക് കിട്ടാനുള്ള സാധ്യത ശരിക്കും ഉണ്ട്. പക്ഷേ ഈ ഇൻഡക്ഷൻ സ്റ്റൗവെന്നോ അല്ലെങ്കിൽ മൈക്രോവേവെന്നോ അങ്ങനെയുള്ള സാധനമൊന്നും ഈ ആൽഫയും ബീറ്റ ഒരിക്കലും വരത്തില്ല. പക്ഷേങ്കിൽ അത് കാരണം വെച്ചാൽ അത് ഈ ഫോട്ടോൺ അല്ല ശരിക്കും. പക്ഷേ ഈ ഗ്രാനൈറ്റിൽ നിന്നും നമുക്ക് ഈ ഫോട്ടോൺ റേഡിയേഷൻ അല്ലെങ്കിൽ ഗാമ റേസുകൾ ഇതേന്ന് വരുന്നുണ്ട് ശരിക്കും എല്ലാ സമയത്തും ഫുൾ ടൈം വന്നിരിക്കും. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ചിലപ്പം ഈ ഗ്രാനൈറ്റ് നമ്മൾ മേടിച്ചിട്ട് 10 വർഷമായി അല്ലെങ്കിൽ 25 വർഷമായ ഗ്രാനൈറ്റ് നമ്മുടെ വീട്ടിൽ കിടക്കുന്നത്, അതിൻ്റെയൊക്കെ എല്ലാം റേഡിയേഷനും സംഭവവും എല്ലാം പോയിട്ടുണ്ടാവും. ഇപ്പോൾ അതിനകത്തെങ്ങും ഒന്നും ഉണ്ടാവില്ല, എല്ലാം തീർന്നു കാണുമെന്ന് പറയും. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇതിനകത്തെ റേഡിയേഷൻ തീർണമെങ്കിൽ കോടിക്കണക്കിന് വർഷം കഴിയണം. മനസ്സിലായോ? അതാണ് ഇതിനകത്തുള്ളൊരു സംഭവം. ശരിക്കും ഇത് ഡീക്കേ ചെയ്ത് പോകുക എന്ന് പറയുന്നത് ഇത് വളരെ ചെറിയ തോതിൽ മാത്രമാണ്. ഓരോ മെറ്റീരിയലിൻ്റെ അനുസരിച്ച് അതിന് വ്യത്യാസമുണ്ട്. കോടിക്കണക്കിന് വർഷം കൊണ്ട് മാത്രമേ ഇത് ഡീക്കേ ചെയ്ത് ആ ഒരു മെറ്റീരിയലിൻ്റെ അകത്ത് വരുന്ന ആ റേഡിയേഷൻ നിൽക്കത്തുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് സോളാറുകൾ നമ്മൾ മാക്സിമം ആയിട്ട് ഉപയോഗിക്കണം. നമ്മൾ അണു റിയാക്ടറുകൾ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഉപയോഗിക്കാതെ മാക്സിമം നോക്കണമെന്ന് പറയാനുള്ള കാരണം, ഇതിനകത്തുനിന്നുള്ള ഈ സംഭവം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഇതിനെ ഒരിക്കലും നമുക്ക് നിർത്താനായിട്ട് പറ്റത്തില്ല. ഇത് കോടിക്കണക്കിന് വർഷത്തേക്ക് ഇതെന്നുള്ള ഈ വികിരണങ്ങൾ എപ്പോഴും വന്നുകൊണ്ടിരിക്കും എന്നുള്ളതാണ് അതിനകത്തുള്ളൊരു കാര്യം. അപ്പോൾ ഇത് വന്ന് നമുക്കെന്താ സംഭവിക്കാമെന്ന് ചോദിച്ചാൽ നമ്മുടെ ശരീരത്തിനകത്തേക്ക് നമ്മൾ ഈ സംഭവം വന്ന് അടിച്ചു കഴിഞ്ഞാൽ, അതായത് നമ്മുടെ ഈ ഗാമാകിരണങ്ങൾ വന്ന് അടിച്ചു കഴിഞ്ഞാൽ ശരിക്കും ഇത് ഫോട്ടോൺ നിങ്ങൾക്ക് അറിയാമല്ലോ. ഫോട്ടോൺ ഇലക്ട്രോൺ, ന്യൂട്രോൺ, പ്രോട്ടോൺ എന്ന് പറഞ്ഞാൽ അത് പ്രോട്ടോൺ ആണ് ഈ പ്രകാശത്തിനകത്ത് വരുന്ന ഈ ഫോട്ടോൺ എന്ന് പലരും വിചാരിക്കുന്നുണ്ട്. പക്ഷേ അതല്ല. ഈ പ്രോട്ടോൺ എന്ന് പറയുന്ന സാധനം ആറ്റത്തിനകത്തുള്ളൊരു സംഭവമാണ്. അതല്ല, ഇലക്ട്രോണുകളുടെ ചാർജ് ഹൈ ആയി കഴിയുമ്പം അതിൽ നിന്നും താഴേക്ക് ഇലക്ട്രോണുകൾ ചാർജ് കുറയ്ക്കാനായിട്ട് പോകുന്ന സമയത്ത് അതിൽ നിന്ന് മിച്ചം വരുന്നൊരു ചെറിയ ഊർജ്ജമുണ്ട്. അതൊരു പാക്കറ്റായിട്ട്, ചെറിയ ഒരു പാക്കറ്റിൻ്റെ രൂപത്തിൽ അതിൽ നിന്നും പുറത്തേക്ക് വികിരണമായിട്ട് വരും. അതാണ് ശരിക്കും ഈ ഫോട്ടോൺ എന്ന് പറയുന്നത്. ഫോട്ടോൺ എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ പവർ പാക്കറ്റാണ്. പവർ മാത്രമല്ല, അതിന് മാസ് ഇല്ല, വെയിറ്റ് ഇല്ല. അതുകൊണ്ടാണ് അത് ഇൻഫിറ്റായിട്ട് പോകുന്നത്. അതായത് നമുക്ക് ഇവിടുന്ന് നമ്മൾ ഒരു ഫോട്ടോൺ അങ്ങ് പോയി കഴിഞ്ഞാൽ പിന്നെ അതിന് ഒരു തടസ്സങ്ങളൊന്നും വേറെ കൊടുത്തില്ലെങ്കിൽ അത് എത്ര ദൂരം സഞ്ചരിച്ചാലും അത് നിൽക്കാതെ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് വർഷങ്ങളോളം സഞ്ചരിച്ച് അത് അങ്ങനെ അങ്ങ് പോകും. അതാണ് അതിനകത്തുള്ള ഒരു സംഭവം. അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടൊക്കെയുള്ള വീഡിയോ വേണമെങ്കിൽ ഒരെണ്ണം ചെയ്യാം കേട്ടോ. ഈ പ്രകാശവും ഫോട്ടോയും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടില്ല. എനിക്ക് ആ ഒരു വിഷയത്തിനകത്ത് കുറച്ച് താല്പര്യമുള്ള കാരണം ഞാനിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശരിക്കും മനസ്സിലാക്കി വെക്കും, പഠിച്ചു വെക്കും. അതുകൊണ്ടാണ് ഞാൻ ഇതിനെപ്പറ്റി നിങ്ങൾക്ക് വിശദമായിട്ട് നിങ്ങൾക്ക് ഇത് പറഞ്ഞു തരാനായിട്ട് എനിക്ക് പറ്റുന്നത്. എൻ്റെ താല്പര്യം ഉള്ള ഒരു വിഷയമാണത്. അപ്പം ഈ ഫോട്ടോണുകളുടെ ഈ പാക്കറ്റുകൾ, അത് നമ്മുടെ ഈ പ്രകാശം എന്ന് പറയുന്നത് അതിൽ നിന്ന് നമുക്ക് ഈ സോളാർ പാനൽ വെച്ച് കഴിയുമ്പോൾ നമുക്ക് ഈ ലഭിക്കുന്ന ഊർജ്ജം എന്ന് പറയുന്നത് ഈ ഫോട്ടോണിൽ നിന്നും വരുന്ന ഊർജ്ജത്തിനെ നമ്മൾ മാറ്റിയെടുക്കണം. അപ്പം ഈ ഊർജ്ജത്തിനെ നമുക്ക് ഒരിക്കലും നശിപ്പിച്ച് കളയാനായിട്ട് പറ്റത്തില്ല. ഒരു ഫോട്ടോണിലുള്ള ഊർജ്ജം ഉണ്ടല്ലോ, ആ സംഭവം നമുക്ക് ഒരിക്കലും നശിപ്പിച്ച് കളയാൻ പറ്റത്തില്ല. ഇപ്പോൾ നമ്മുടെ ശരീരത്തിലേക്ക് വന്നൊരു ഫോട്ടോൺ അടിക്കുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിൽ ഉള്ള ഏതെങ്കിലും ഒരു ആറ്റത്തിനകത്തുള്ള ഒരു ഇലക്ട്രോണിന് ചാർജ് കൊടുത്തുകൊണ്ടാണ് അത് ഡിസ്ചാർജ് ആയി നിൽക്കുന്നത്. അപ്പോൾ ആ ഒരു ചാർജ് നമ്മുടെ ശരീരത്തിനകത്തേക്ക് കയറിയിരിക്കും, അല്ലെങ്കിൽ ആ ഒരു ഇലക്ട്രോണിലേക്ക് കയറിയിരിക്കും. അതിനുശേഷം പിന്നീട് ആ ഇലക്ട്രോണിൽ നിന്നും ആ ചാർജ് ഏതെങ്കിലും രീതിയിൽ ഒന്നെങ്കിൽ വേറെ കൺവേർട്ട് ചെയ്ത് പോവുകയോ അല്ലെങ്കിൽ അതിൽ നിന്ന് തിരിച്ച് പുറത്തേക്ക് തന്നെ എന്തെങ്കിലും ഇൻഫ്രാറെഡ് അങ്ങനെയൊക്കെ പോകും. അങ്ങനെയൊക്കെ ഏതെങ്കിലും രീതി കൂടെ ആയിരിക്കും ഈ സാധനം പോകുന്നത്, അല്ലാതെ ഒരിക്കലും അതിൻ്റെ ചാർജ് പോകുന്നില്ല. അപ്പം ഇങ്ങനെ നമുക്ക് ഈ ക്യാൻസർ ഉണ്ടാകുന്നൊരു പ്രശ്നം വരുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിലേക്ക് ഈ ഫോട്ടോൺ വന്നടിക്കും. ഫോട്ടോൺ എന്ന് പറഞ്ഞാൽ പ്രകാശത്തിൻ്റെ ഫോട്ടോണിന് വളരെ ചെറിയ ഊർജ്ജമേ ഉള്ളൂ. പക്ഷേ ഈ ഗാമാകിരണങ്ങൾക്കകത്ത് വരുന്ന ഫോട്ടോണുകൾ ഭയങ്കര ഊർജ്ജമുള്ള ഫോട്ടോണുകളാണ്. അവൻ വന്നങ്ങോട്ട് അടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ വന്ന് അടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് നമ്മുടെ DNA എന്ന് പറയുന്ന സാധനം. DNAക്കകത്ത് തന്നെ കുറേ വിഭാഗങ്ങളുണ്ട്. അതിനകത്ത് തന്നെ വളരെ ക്രിട്ടിക്കലായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പ്രോഗ്രാമുകൾ എഴുതി വെച്ചിരിക്കുന്ന ചില ഏരിയകളുണ്ട്.
അപ്പോൾ ആ പ്രോഗ്രാം ചെയ്തിരിക്കുന്ന ഏരിയകളിലേക്ക് വന്ന് ഈ സംഭവം വന്ന് അടിച്ചു കഴിഞ്ഞാൽ ആ പ്രോഗ്രാമിൻ്റെ ഏരിയ പൊട്ടിയെന്ന് പറഞ്ഞാൽ ഒരു ചെറിയ പ്രശ്നമൊക്കെ വരുന്നുണ്ടെങ്കിൽ അത് ഓട്ടോമാറ്റിക്കലി റിപ്പയർ ചെയ്യാനുള്ള സംവിധാനം നമ്മുടെ DNA കൊണ്ട് അത് ഒരു ഫോട്ടോൺ വന്നിടിച്ചിട്ട് ശരിക്കും ഒരു ചെറിയ ഒരു ആറ്റത്തിനൊരു ചെറിയ പ്രശ്നങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിൽ അത് റിപ്പയർ ചെയ്ത് പോകും. പക്ഷേ വളരെ ഹെവി ആയിട്ടുള്ള അറ്റാക്ക് ഉണ്ടായി കഴിഞ്ഞാൽ അത് നമ്മുടെ ശരീരത്തിന് അത് റിപ്പയർ ചെയ്യാൻ പറ്റാതെ വരികയും അങ്ങനെ ഒരു ഹെവി ആയിട്ടുള്ള അറ്റാക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ ഒരു മ്യൂട്ടേഷൻ സംഭവിക്കും. അതിനൊരു മാറ്റം സംഭവിച്ചു കഴിഞ്ഞാൽ ആ DNA പൊട്ടിയാൽ നമുക്ക് അവിടെ നിന്നും മുതൽ പിന്നെ അതിൻ്റെ ആ ഒരു പ്രശ്നം ആരംഭിക്കാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെയാണ് വരുന്നത്. പക്ഷേ ഇതിൽ നിന്നും വരുന്ന, അതായത് ഇൻഡക്ഷൻ സ്റ്റൗവിൽ നിന്നും ഒരിക്കലും അങ്ങനെയുള്ള ഒരു ഫോട്ടോണുകളുടെ ഒരു പ്രവാഹം ഒരിക്കലും ഉണ്ടാവത്തില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഡേഞ്ചർ ആയിട്ടുള്ള സംഭവമാണ് ഫോട്ടോൺ എന്ന് പറയുന്ന സംഭവം. കോസ്മിക് കിരണങ്ങൾ ഒക്കെ വരുന്നതൊക്കെ നിങ്ങൾക്കറിയാം. അതുകൊണ്ട് ഫോട്ടോൺ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന നമ്മുടെ ഇടിമിന്നൽ ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് ഫോട്ടോണുകൾ ഉൽപ്പാദിപ്പിക്കപ്പെടാനുള്ള സാധ്യത. അതുകൊണ്ട് നിങ്ങൾ ഇടിമിന്നലുള്ള സമയത്തൊന്നും വീടിന് പുറത്ത് പോയി നിൽക്കരുത് എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. അപ്പം ചെറിയ തോതിലാണെങ്കിൽ പോലും നമുക്കിവിടെ പ്രകൃതിയിൽ ഓട്ടോമാറ്റിക്കലി ഫോട്ടോൺ ശക്തമായിട്ട് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഒരു സംഭവമാണ് മിന്നലുകൾ. അപ്പം വലിയ മലയുടെ മുകളിലൊക്കെ ആണെങ്കിൽ നിങ്ങൾ വലിയ ഇടി വരുന്ന സമയത്ത് വീടിനകത്ത് കയറിയിരിക്കുക. മിന്നലിനെയും ഇടിനെയും ഒന്നും എനിക്ക് പേടിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ പുറത്ത് പോയി നിൽക്കരുത്. ശാസ്ത്രീയമായിട്ട് പൂർണ്ണമായിട്ടും ഇടിമിന്നലിൽ നിന്നും ഇങ്ങനെ ഫോട്ടോണുകൾ വന്ന് നമുക്ക് ക്യാൻസർ ഉണ്ടാകുമെന്ന് പറഞ്ഞിട്ടില്ലെങ്കിലും സാധ്യതയുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക. വെറുതെ റിസ്ക് എടുക്കേണ്ട കാര്യമില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞു കേട്ടോ. അപ്പോൾ ഈ ക്യാൻസറുമായിട്ടും ഫോട്ടോണുമായിട്ട് ബന്ധപ്പെട്ടുള്ള വീഡിയോസുകൾ നമുക്ക് വേണമെങ്കിൽ ചെയ്യാം. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ആ വിഷയത്തിൽ നിങ്ങൾ എനിക്ക് കമൻറ്റ് ചെയ്താൽ മതി. എസ് എന്ന് പറഞ്ഞ് അടിച്ചാൽ മതി, നമുക്ക് അത് ചെയ്യാം കേട്ടോ. അങ്ങനെയുള്ള എന്തെങ്കിലും വീഡിയോസുകൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു വിഷയം, അതായത് നമ്മുടെ ഈ ഇൻഡക്ഷൻ കുക്കർ ഉപയോഗിച്ചാൽ ക്യാൻസർ ഉണ്ടാകുമോ എന്നുള്ള വിഷയത്തിൽ 99.9% ഉണ്ടാവില്ല എന്നുള്ളത് തന്നെയാണ് അതിനകത്തുനിന്ന് നമുക്ക് പറയാനായിട്ടുള്ളത്. പിന്നെ ഇപ്പം ഈ പ്രഗ്നൻ്റ് ആയിട്ടുള്ള ആൾക്കാർ, ഗർഭിണികളായിട്ടുള്ള ആൾക്കാരൊക്കെ ഇതിൻ്റെ അടുത്ത് പോയി നിന്നാൽ കുഴപ്പമുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പോയി നിൽക്കേണ്ടതെന്ന് ഞാൻ പറയത്തുള്ളൂ. കാരണം വെച്ചാൽ അതിനകത്ത് കൊച്ചുങ്ങളല്ലേ. അന്നേരം ഇങ്ങനെയുള്ള ഓരോ റിസ്ക്കും നമ്മൾ അതിനകത്ത് എടുക്കാതിരിക്കുന്നതിനാണ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻ. 1 മീറ്ററെങ്കിലും അകലെ ഇങ്ങനെയുള്ള ആളുകൾ കുഞ്ഞുങ്ങൾ വയറ്റിലുണ്ടെങ്കിൽ നിൽക്കുന്നതാണ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻ. അങ്ങനെ ഞാൻ പറയത്തുള്ളൂ അതിന്. കാരണം വെച്ചാൽ നമ്മൾ റിസ്ക് എടുക്കേണ്ട കാര്യമില്ല ആ ഒരു കേസിനകത്ത് മാത്രം. ബാക്കി ഏത് കേസിനകത്താണെങ്കിലും നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഉപയോഗിക്കാം. യാതൊരു പ്രശ്നങ്ങളും ഇല്ലാതെ കൊണ്ട് നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാവുന്ന ഒരു സംഭവമാണ്. 99.9 ഞാൻ ഇടാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സയൻസ് അല്ലേ, ശാസ്ത്രം എപ്പോഴും ഇന്ന് പറഞ്ഞ കാര്യം നാളെ മാറ്റി പറയും. അതുകൊണ്ട് നമുക്കതങ്ങനെ മാറ്റി പറയാൻ പറ്റത്തില്ലല്ലോ ഇന്ന് പറഞ്ഞ നാളെ. അതുകൊണ്ട് ഒരു പോയിൻ്റ് ഞാൻ ഇട്ടേക്കുന്നത്, എന്തെങ്കിലും ഒരു ഇഷ്യൂസ് ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ നമുക്കത് വാക്ക് മാറ്റാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് ഇട്ടെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അത് പ്രശ്നമൊന്നുമില്ല. നമുക്ക് നമ്മുടെ അടുത്ത ചോദ്യത്തിലേക്ക് വരാം. ഇത് DC-യിൽ പ്രവർത്തിക്കുമോ എന്നുള്ളതാണ് പലരും ചോദിച്ച മറ്റൊരു ചോദ്യം. അതായത് നമ്മുടെ സോളാർ പാനലിൽ നിന്ന് നേരെ ഇതിലിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഈ സാധനം പ്രവർത്തിക്കുമോ ഇല്ലയോ എന്നുള്ളതാണ് ആളുകൾക്ക് അറിയേണ്ട ഒരു പ്രധാന കാര്യം. ഞാനിപ്പോൾ ഈ കാണിച്ച സാധനം ഉണ്ടല്ലോ, ഈ സാധാരണ നമ്മുടെ AC-യിൽ വർക്ക് ചെയ്യുന്ന ഇൻഡക്ഷൻ കുക്കർ, ഇതിലേക്ക് നമ്മൾ കൊണ്ടുപോയി ഒരു DC കൊടുത്താൽ, അതായത് അത്യാവശ്യം വർക്ക് ചെയ്യാനുള്ള ഒരു 100 വോൾട്ടിന് മുകളിലോട്ടുണ്ടെങ്കിൽ, DC ഒരു 2 പാനെങ്കിലും മിനിമം ഉണ്ടെങ്കിൽ ഈ സാധനം വർക്ക് ചെയ്യും. വർക്ക് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ബാറ്ററി ഇല്ലാതെ ഡയറക്റ്റ് കൊടുക്കുന്നത് കൊണ്ട് പല പ്രശ്നങ്ങളും അതിനകത്ത് വരാനുള്ള സാധ്യതകളുണ്ട്. പിന്നെ DC-ക്കകത്ത് മാത്രം ഉപയോഗിക്കാനായിട്ടുള്ള ഇൻഡക്ഷൻ കുക്കർ മേടിക്കാൻ കിട്ടും. അങ്ങനത്തെ മേടിച്ച് ഉപയോഗിക്കുകയാണെങ്കിൽ അതാണ് ബെറ്റർ. ഈ AC കൊടുത്താൽ നിങ്ങൾ DC കറണ്ട് കൊടുത്താൽ ഈ സാധനം വർക്ക് ചെയ്യും. കാരണം ഇതിനകത്ത് DC തന്നെയാണ് ഈ ഇൻഡക്ഷൻ കുക്കറും വർക്ക് ചെയ്യുന്നത്. ആ കയറി ചെല്ലുന്നിടത്ത് ഒരു ചെറിയൊരു റെക്ടിഫയറും കുറച്ച് ചെറിയ സംവിധാനങ്ങളാണ് ഇതിനകത്ത് ശരിക്കും AC-ക്ക് വേണ്ടിയിട്ട് ചെയ്തിരിക്കുന്നത്. ആ AC-നെ ചെന്നാൽ ഉടനെ തന്നെ ഇത് DC ആക്കിയതിന് ശേഷമാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ DC തന്നെ കൊടുത്താലും ഒരു സൈഡിൽ കൂടെ, അതിൻ്റെ ബ്രിഡ്ജ് എന്ന് പറഞ്ഞ സാധനമുണ്ട്, അതിൻ്റെ ഒരു സൈഡിൽ കൂടെ മാത്രമേ ഇത് കറണ്ട് കടന്നു പോകുള്ളൂ. പക്ഷേ എങ്കിലും സംഭവം വർക്ക് ചെയ്യും. പക്ഷേ ഞാൻ സജസ്റ്റ് ചെയ്യുന്നില്ല നിങ്ങൾക്ക് അത് ചെയ്യാൻ വേണ്ടി. പക്ഷേ റിസ്ക് എടുക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ ഇൻഡക്ഷൻ കുക്കർ തന്നെ നിങ്ങൾക്ക് ഇത് കൊടുത്ത് വർക്ക് ചെയ്യിപ്പിക്കാം. ചിലപ്പോൾ ഒരു പ്രശ്നമില്ലാതെ ചിലർ ഉപയോഗിക്കുന്നവരുണ്ട്, കുഴപ്പമൊന്നുമില്ലാതെ കൊണ്ട് സുഖമായിട്ട് ഉപയോഗിക്കുന്നവരുണ്ട്. ഇപ്പോൾ കുക്കർ ഉണ്ടാക്കുന്ന കമ്പനികളോട് ചോദിച്ചാൽ അവരൊരിക്കലും അത് കൊടുക്കരുതെന്നേ അവർ പറയത്തുള്ളൂ. പക്ഷേ കൊടുത്തു കഴിഞ്ഞാൽ അത്യാവശ്യം സാധനം വർക്കൊക്കെ ചെയ്യും. ഞാൻ സജസ്റ്റ് ചെയ്തില്ല ഒരിക്കലും. കാരണം വെച്ചാൽ ചിലപ്പോൾ എന്തെങ്കിലും അതിനകത്ത് തീ കത്താനെങ്കിലും സാധ്യത. MOVക്കൊന്നും ഈ പറയുന്ന DC-യുമായിട്ട് ബന്ധപ്പെട്ട ആ ഒരു സംഭവം അല്ല. അവർ കൊടുത്തിരിക്കുന്ന റേറ്റിങ്ങും കാര്യങ്ങളും എല്ലാം മാറ്റം ഉണ്ടാവും. ഓരോ ഇൻഡക്ഷൻ കുക്കറും ഓരോ രീതിയിലാണ്. ചിലത് കൊടുത്തു കഴിഞ്ഞാൽ DC കൊടുത്താൽ വർക്ക് ചെയ്യാത്ത ഇൻഡക്ഷൻ കുക്കറുകളും ഉണ്ട് കേട്ടോ. പിന്നെ അതും അതിൻ്റെ കൊടുത്ത് ഞാൻ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. ഇനിയിപ്പം എല്ലാം കൊടുത്തിട്ട് വർക്ക് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ചിലപ്പോൾ ചിലത് വർക്ക് ചെയ്യാതെ വന്നു കഴിയുമ്പം പിന്നെ അത് പറയണ്ടല്ലോ എന്ന് കാര്യം ഞാൻ പറഞ്ഞെന്നുള്ളൂ. അപ്പോൾ ആ ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് കൺഫേം ആയിട്ടുണ്ട്. DC-യിൽ വർക്ക് ചെയ്യിപ്പിക്കാൻ ഇൻഡക്ഷൻ കുക്കർ ഉണ്ട്, അത് കൊടുത്ത് വർക്ക് ചെയ്യിക്കാം. ഇതേ കൊടുത്താലും വർക്ക് ചെയ്യും. പക്ഷേ വെയിൽ മങ്ങിപ്പോകുന്ന സമയത്ത് നമ്മളിപ്പോൾ ഇതേ കൊടുത്ത് വർക്ക് ചെയ്യിപ്പിച്ചാൽ ഒരു 3 പാനലോ 4 പാനലോ കൊടുത്ത് 200 വോൾട്ടിൽ നമ്മൾ വർക്ക് ചെയ്യുന്നത് നല്ല സുഖമായിട്ട് തന്നെ വർക്ക് ചെയ്യും. മറ്റേത് കണക്ക് തന്നെ ഏകദേശം. പക്ഷേ വെയിൽ മങ്ങിപ്പോയി കഴിയുമ്പോഴത്തേക്കും പെട്ടെന്ന് ഇതിന് ആവശ്യത്തിനുള്ള പവർ കിട്ടാൻ വരും. അന്നേരം ചെറുതായിട്ട് ഇത് വർക്കൊക്കെ ചെയ്യും. പക്ഷേ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് വേരി ചെയ്ത് കഴിയുമ്പം ഈ കുക്കർ കേടായി പോകാനുള്ള സാധ്യത നല്ല രീതിയിലുണ്ട്. പിന്നെ നിങ്ങളുടെ അതേ വെച്ച് തിളപ്പിക്കുന്ന സംഭവമാണെങ്കിലും അത് കറക്റ്റായിട്ടൊന്നും സെറ്റായി വരികയില്ല. ആ ചൂടും കാര്യങ്ങളൊന്നും അത് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ ആ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് വേണ്ടി ഞാൻ പറയാതിരുന്നത്. പിന്നെ ഇത് ഒരുപാട് പേര് സംശയം ചോദിച്ചതുകൊണ്ട് ഞാൻ എൻ്റെ ക്ലാരിഫിക്കേഷന് വേണ്ടി കറക്റ്റായിട്ടുള്ള കാര്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞെന്ന് മാത്രം. ഇതാണ് അതിനകത്തുള്ളൊരു കാര്യം. അടുത്ത ക്വസ്റ്റ്യൻ,
ചോദിച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഫുൾ ടൈം നല്ല ഒരുപാട് ഹാർഡായിട്ട് നമുക്ക് വർക്ക് ചെയ്യിപ്പിക്കാൻ പറ്റും. അതായത് ഒരു വീട്ടിലേക്കുള്ള ആവശ്യം മൊത്തം ഇതേ നമ്മൾ സെറ്റപ്പായിട്ട് വർക്ക് ചെയ്യിപ്പിച്ച് എങ്ങനെ ഉണ്ടാകുന്നുള്ളതാണ്. അപ്പം അതിനകത്ത് പറയാനുള്ളൊരു കാര്യം, ഇത് നമ്മൾ അങ്ങനെ ഉപയോഗിച്ചാൽ അത്യാവശ്യം നല്ല രീതിയിൽ ഉപയോഗിച്ചെന്ന് പറഞ്ഞാൽ ഇത് അങ്ങനെ പോകത്തൊന്നുമില്ല. കാരണം അങ്ങനെയാണെങ്കിൽ ഈ കമ്പനികളൊന്നും ഒരിക്കലും ഇതിന് 1 ഇയർ ഗ്യാരണ്ടി തരത്തില്ല. നിങ്ങൾ പിന്നെ ഉപയോഗിച്ചോ, കാരണം വെച്ചാൽ നിങ്ങൾക്ക് 1 ഇയർ വാറണ്ടി ഉണ്ട്. എന്തെങ്കിലും പ്രശ്നം പറ്റിയാൽ അവർ മാറ്റി തരുമോ, എന്നാന്ന് വെച്ചാൽ അവർ ചെയ്ത് തരുമല്ലോ 1 ഇയർ അത്, പിന്നെ പ്രശ്നമില്ലല്ലോ. അപ്പം ഇച്ചിരി ഹെവി ആയിട്ടുള്ള IGBT ഒക്കെ ആയിട്ടുള്ള ടൈപ്പിലുള്ള സാധനം അല്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് വേണേൽ മേടിക്കാം. അത് മേടിച്ചാൽ കുറച്ച് കൂടുതൽ ഉപയോഗിച്ചാലും ഒരു പ്രശ്നവും വരത്തില്ല. പിന്നെ നിങ്ങൾ ഈ 2200-ൻ്റെ 2100-ൻ്റെ മേടിച്ചതിന് ശേഷം അത് 1000-ലോട്ട് ആക്കിയിട്ടിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ നിങ്ങൾക്ക് ദീർഘനേരം ഉപയോഗിച്ചാലും കംപ്ലയിൻറ്റ് വരാതിരിക്കാനായിട്ടുള്ള ഒരു ചാൻസും ഉണ്ട്. അങ്ങനെ അത്രയും കാര്യങ്ങളാണ് അതിനകത്തുള്ളത്. ഇത് നിങ്ങൾക്ക് സുഖമായിട്ട് ഇഷ്ടംപോലെ ഉപയോഗിക്കുക ഈ സാധനം, അങ്ങനെ കുഴപ്പമൊന്നുമില്ല. പിന്നെ രാവിലെ ഓണാക്കിയിട്ടാൽ വൈകുന്നേരം വരെ ഒറ്റയടിക്ക് ഓണാക്കുക, അങ്ങനെയുള്ള ഒരു സംഭവമൊന്നും അല്ല ഞാൻ പറഞ്ഞത്. ആവശ്യത്തിന് നമ്മൾ ഇപ്പോൾ അങ്ങനെയല്ലല്ലോ നമ്മൾ ഉപയോഗിക്കുന്നത്, നമ്മൾ ആവശ്യം നമ്മുടെ വീട്ടിലെ കാര്യങ്ങൾക്കെല്ലാം വേണ്ടിയിട്ടാണല്ലോ ഇത് ഉപയോഗിക്കുന്നത്. അതിനൊന്നും ഒരു പ്രശ്നമില്ല, നിങ്ങൾക്കിത് സുഖമായിട്ടും ഉപയോഗിക്കാം എന്നുള്ളതാണ്. അടുത്തതായിട്ട് ഒത്തിരി പേര് ചോദിച്ചൊരു കാര്യമാണ്, ഒറ്റ ബാറ്ററിയാണ് എൻ്റെ വീട്ടിലിരിക്കുന്നത്, അതിൽ ഈ ഇൻഡക്ഷൻ കുക്കർ ഉപയോഗിക്കാനായിട്ട് പറ്റുമോ ഇല്ലയോ എന്നുള്ള കാര്യമാണ്. അപ്പോൾ നമ്മൾ ഒറ്റ ബാറ്ററി വെച്ച് വേണമെങ്കിൽ ഇപ്പോൾ 200 ആംപിയറിൻ്റെ ഒക്കെ ഒരു ഒറ്റ ബാറ്ററി 12 വോൾട്ടിൻ്റെ വെച്ചിട്ട് നമ്മൾ ഇച്ചിരി പവർ കൂടിയായിട്ടുള്ള ഇത് വെച്ച് നമുക്ക് വർക്ക് ചെയ്യിപ്പിക്കാം. ഞാൻ വേണേൽ വർക്ക് ചെയ്യിപ്പിച്ച് നിങ്ങൾക്ക് വേണമെങ്കിൽ തരാം. പക്ഷേ അങ്ങനെ വർക്ക് ചെയ്യിപ്പിക്കാൻ ഞാൻ ഒരിക്കലും സജസ്റ്റ് ചെയ്തില്ല. കാരണം ഒരു ബാറ്ററി എന്നുള്ളത് നമുക്ക് 1000 വാട്ടിന് മുകളിലേക്ക് ഒരിക്കലും വലിക്കുന്ന ഒരു സുഖമായ ഒരു പരിപാടിയല്ല. മാക്സിമം 12 വോൾട്ടിൻ്റെ ഒരു ബാറ്ററി മാക്സിമം നമുക്ക് കൊടുക്കാവുന്ന കണ്ടിന്യൂസ് ലോഡ് എന്ന് പറഞ്ഞാൽ 500 വാട്ടാണ്. അപ്പോൾ 2 ബാറ്ററി വെച്ച് കഴിഞ്ഞാൽ 1000 വാട്ടെന്ന് പറയുമ്പോഴത്തേക്കും കണ്ടിന്യൂസ് ലോഡിൽ ഓക്കെ ആയിട്ട് വരും. അതുകൊണ്ടാണ് 2 ബാറ്ററി വെച്ചുള്ള സിസ്റ്റത്തിലാണ് ഇത് കൊടുക്കാനായിട്ട് ഞാൻ സജസ്റ്റ് ചെയ്യാറുള്ളൂ. മാക്സിമം 4 ബാറ്ററി വെച്ചാൽ അത്രയും നല്ലത്, അതാണ് അതിനകത്തുള്ളൊരു കാര്യം. പക്ഷേ നിങ്ങൾക്ക് മിനിമം 2 ബാറ്ററിയെങ്കിലും ഏറ്റവും കുറഞ്ഞത് വേണം എന്നുള്ളതാണ് അതിനകത്തുള്ളൊരു വിഷയം. അതുകൊണ്ടാണ് സിംഗിൾ ബാറ്ററിയിൽ പറ്റത്തില്ല എന്ന് ഞാൻ പറഞ്ഞത്. പറ്റത്തില്ല എന്ന് പറഞ്ഞാൽ പറ്റും, പക്ഷേ ഉപയോഗിച്ചാൽ അത് ചിലപ്പോൾ ബാറ്ററിക്ക് ഡാമേജ് ഉണ്ടാകാനുള്ള ചാൻസ് നന്നായിട്ടുണ്ട് എന്നുള്ളതാണ്. പിന്നെ ഭയങ്കരമായിട്ട് നമുക്ക് എഫിഷ്യൻസി വളരെ കുറവായിരിക്കും. കാരണം ഇൻവെർട്ടർ നല്ല ഹീറ്റായിരിക്കും, ഹീറ്റായിട്ട് നല്ല എനർജി നമുക്ക് ലോസും വരും അങ്ങനെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ. അപ്പോൾ ആ ഒരു വിഷയം ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അടുത്തായിട്ട് ചോദിച്ച പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് ഈ അലുമിനിയം പാത്രങ്ങൾ ഇതിനകത്ത് ഞാൻ ഉപയോഗിക്കാതെ നിങ്ങൾ സ്റ്റീൽ ഉപയോഗിച്ചോളാം ഞാൻ പറഞ്ഞു. അതാണ് ഒത്തിരി പേര് മെസ്സേജ് ഇട്ടൊരു സംഗതിയാണത്. ഈ അലുമിനിയം പാത്രങ്ങൾ ഉപയോഗിച്ചാൽ ക്യാൻസർ വരും എന്നുള്ളത് ഞാൻ ഒരിടത്തും ശരിക്കും പറഞ്ഞിട്ടില്ല. അപ്പോൾ അതിനകത്ത് ഞാൻ പറഞ്ഞെന്നുള്ള രീതിയിലാണ് ചിലർ എനിക്ക് മെസ്സേജ് ഇട്ടത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ആ വീഡിയോ ഒന്നുകൂടി എടുത്ത് കണ്ടു നോക്കാം. അലുമിനിയം പാത്രങ്ങളാണ് ക്യാൻസർ വരുത്തുന്നത് എന്ന് ഞാൻ ഒരിടത്തും ഞാൻ പറഞ്ഞിട്ടില്ല. പക്ഷേ അലുമിനിയം പാത്രം ഉപയോഗിക്കാതിരിക്കുന്നതാണ് ബെറ്റർ എന്ന് ഞാൻ പറഞ്ഞു എന്നുള്ളൂ. അതിനെക്കുറിച്ച് കുറച്ചുകൂടി ബെറ്റർ സ്റ്റീലാണ് ഞാൻ പറഞ്ഞതിൻ്റെ കാരണം ഞാൻ പറഞ്ഞുതരാം നിങ്ങൾക്ക്. അതിൻ്റെ കാര്യം വ്യക്തമായിട്ട് പറഞ്ഞാൽ അന്നത്തെ ആ വീഡിയോയിൽ നമ്മളങ്ങോട്ട് ചുമ്മാ ഒരു ഒഴുക്കൻ രീതി പറഞ്ഞു പോയപ്പം വീഡിയോ ഒത്തിരി ലെങ്ത് ആകാതിരിക്കട്ടെ എന്ന് കരുതിക്കൊണ്ട് ഞാനൊന്നിങ്ങനെ പറഞ്ഞതാണ്. ഇന്നത്തെ വീഡിയോ ഞാൻ ലെങ്ത് നോക്കുന്നില്ല, എത്ര ലെങ്ത് ആയാലും വേണ്ടില്ല, ആര് കണ്ടാലും വേണ്ടില്ല, ഞാൻ ഈ കാര്യങ്ങളെല്ലാം കൂടെ അങ്ങ് പറഞ്ഞേക്കാം എന്ന് വെച്ച് വന്ന ഒരു വീഡിയോ ആണിത്. അപ്പോൾ അധികം ആൾക്കാർ ഇത് കാണാൻ ചാൻസ് ഇല്ല, മൊത്തമായിട്ട് കാണാൻ ഒത്തിരി ഇതിന് കുറച്ച് കൂടുതൽ നീളം കാണും ഇത്. അപ്പോൾ അത് പ്രശ്നമില്ല, എത്ര നീളം വന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എല്ലാ കാര്യവും ഒന്ന് പറഞ്ഞേച്ച് പോയേക്കാം എന്നോർത്തുകൊണ്ടാണ് ഞാൻ ഇന്ന് വന്നത്. അപ്പോൾ ഇനിയും മെസ്സേജോ അല്ലെങ്കിൽ ഇനിയും സംശയങ്ങൾ നിങ്ങൾക്ക് കിടക്കാതിരിക്കാൻ വേണ്ടി ഇന്ന് മൊത്തം തീർത്ത് നമ്മൾ പറയും. സമയം അങ്ങ് പൊക്കോട്ടെ, കുഴപ്പമില്ല. അപ്പോൾ അതിനകത്ത് പറഞ്ഞ ഈ അലുമിനിയം പാത്രത്തിൻ്റെ കേസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായാലും ഒരു ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ടി, ഇപ്പോൾ ഒരു കറി ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ സ്റ്റീൽ പാത്രത്തിനകത്ത് ഇട്ട് ഇളക്കുന്നു, അലുമിനിയം പാത്രത്തിൽ ഇട്ട് ഇളക്കുന്നു. ഈ അലുമിനിയം ആയിരിക്കും കൂടുതൽ സ്ക്രാച്ചായിട്ട് സ്ക്രാച്ച് നമ്മളിത് ഇതിനകത്ത് കയ്യിലുകൊണ്ട് ഇളക്കുന്ന സമയത്ത് വിട്ട് അതിനകത്ത് പോകുന്ന കറിയിലേക്ക് ചേരാനുള്ള ചാൻസ് കൂടുതലെന്നുള്ള കാര്യം നിങ്ങൾക്കറിയാം. ഹാർഡ്നെസ് വളരെ കുറവാണ് അലുമിനിയത്തിന്. അപ്പോൾ കറിയിലേക്ക് കൂടുതൽ അലുമിനിയം ആയിരിക്കും ചേരാൻ ചാൻസ് ഉള്ളതെന്നുള്ള ഉറപ്പാണ്. ഓക്കെ, പക്ഷേ സ്റ്റീലാണെങ്കിൽ ഭയങ്കര ഹാർഡാണ്. അതുകൊണ്ട് തന്നെ അതൊരിക്കലും നമ്മൾ എത്ര ഇളക്കി എന്ന് പറഞ്ഞാലും അതേന്നുള്ള ഭാഗങ്ങൾ സ്റ്റീലെന്നുള്ള ഭാഗങ്ങൾ വിട്ട് കറിക്കകത്തേക്ക് ചേരാനുള്ള സാധ്യതയൊന്നുമില്ല. ഒന്നാമത്തെ കാര്യം നിങ്ങൾ മനസ്സിലാക്കിയിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞിരുന്നത്. രണ്ടാമത് ഉള്ളൊരു കാര്യം, ഈ അലുമിനിയം എന്ന് പറഞ്ഞ സാധനം നമ്മുടെ ശരീരത്തിൽ പോയാൽ പ്രശ്നമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അലുമിനിയം ശരീരത്തിന് കുറച്ച് ആവശ്യമാണ് ശരിക്കും. ചെന്നെന്നോർത്തുകൊണ്ട് അങ്ങനെ വലിയൊരു പ്രശ്നമൊന്നുമില്ല. പക്ഷേ വളരെ ചെറിയ തോതിലേ നമുക്ക് ആവശ്യമുള്ളൂ. കൂടുതലായിട്ട് നമ്മുടെ ശരീരത്തിലേക്ക് അലുമിനിയം ചെല്ലാനുള്ള സാധ്യത ഇങ്ങനെ ഉണ്ടാകുമ്പോഴുണ്ട്. കൂടുതലായിട്ട് പ്രത്യേകിച്ചും നമ്മളിപ്പം ഈ നമ്മുടെ നാരങ്ങയെ അതുപോലെ തന്നെ ഈ പുളിയുള്ള സാധനങ്ങളും അസിഡിറ്റിയുള്ള സാധനങ്ങളും ഒക്കെ അലുമിനിയത്തിലിടുമ്പോൾ അലുമിനിയം പെട്ടെന്ന് കൊറോഷൻ സംഭവിക്കുകയും അതിനകത്ത് കൂടുതൽ ഭാഗം പൊളിഞ്ഞു പോരാൻ അല്ലെങ്കിൽ കൂടുതൽ അതിനകത്തേക്ക് കെമിക്കൽ ചെന്ന് കഴിയുമ്പോഴത്തേക്ക് കറിക്കകത്തേക്ക് ചേരാനും സാധ്യതയുണ്ട്. പിന്നെ അപ്പോൾ ഇങ്ങനെ കൂടുതലായിട്ട് നമ്മുടെ ശരീരത്തിൽ ചെന്നാൽ അലുമിനിയം കൂടുതലായിട്ട് ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ക്യാൻസർ വരുമെന്ന് ഞാൻ ഒരിടത്തും പറഞ്ഞില്ല. പക്ഷേ നെർവ് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ, അതായത് നമ്മുടെ തലച്ചോറിനകത്ത് ഈ ഓർമ്മക്കുറവ് വരുന്നതുമായിട്ട് ബന്ധപ്പെട്ടുള്ള അങ്ങനെ തലച്ചോറുമായിട്ട് ബന്ധപ്പെട്ടുള്ള പല പ്രശ്നങ്ങളും ഉണ്ടാകും എന്നുള്ള കാര്യം സയൻറ്റിഫിക് ആയിട്ട് തന്നെ തെളിയിക്കപ്പെട്ടുള്ള കാര്യം തന്നെയാണത്. അതുകൊണ്ടാണ് ഞാൻ വ്യക്തമായിട്ടും പറഞ്ഞത് അലുമിനിയം ആരോഗ്യത്തിന് അത്ര നല്ലതല്ല. അലുമിനിയം പാത്രത്തിൽ ചെയ്യുന്നതിന് കഴിഞ്ഞും ബെറ്റർ സ്റ്റീലാണ് ഞാൻ പറഞ്ഞതിൻ്റെ കാരണം. അത് പറഞ്ഞത് തന്നെയാണ്, പറഞ്ഞതിനകത്തുനിന്ന് ഞാൻ ഒട്ടും വാക്ക് മാറുന്നില്ല, അവിടെ തന്നെ ഞാൻ നിൽക്കുകയാണ്. ക്യാൻസർ വരും എന്നല്ല ഞാൻ പറഞ്ഞെന്നുള്ള കാര്യം. അപ്പോൾ പലരും ഈ അലുമിനിയം പാത്രം ക്യാൻസർ ഉണ്ടാകും നിങ്ങളോട് ആരാ പറഞ്ഞത് എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് മെസ്സേജ് വിടുന്നത്. അപ്പോൾ അലുമിനിയം പാത്രം വിൽക്കുന്നവരാണോ അങ്ങനെയുള്ള ആൾക്കാരാണോ ആരാ എനിക്ക് അറിഞ്ഞുകൂടാ, വിടുന്ന ആൾക്കാർ ഇങ്ങനെ എനിക്ക് വാട്സപ്പിൽ ഇങ്ങനെ മെസ്സേജ് വന്നു. അപ്പം അലുമിനിയം പാത്രം ക്യാൻസർ വരുന്ന ഞാനോടൊത്തും ആ വീഡിയോ പറഞ്ഞിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്നുകൂടി വീഡിയോ കണ്ടു നോക്കാം. ഓക്കെ, പിന്നെ സ്റ്റീൽ
എത്ര നല്ലതൊന്നും അല്ലല്ലോ, സ്റ്റീലിനെ കഴിഞ്ഞ് നല്ലത് മൺചട്ടിയല്ലേ, അങ്ങനെ പല ആൾക്കാരും എനിക്ക് മെസ്സേജ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ സ്റ്റീൽ നല്ലതാണോ അല്ലയോ എന്ന് ചോദിച്ചാൽ നമുക്ക് ഏതെങ്കിലും ഒരു പാത്രത്തിൽ പാകം ചെയ്യാതിരിക്കാൻ ഏതായാലും പറ്റത്തില്ല. അപ്പോൾ അതിന് ഏതെങ്കിലും ഒരെണ്ണം തിരഞ്ഞെടുക്കണം. അപ്പോൾ അലുമിനിയം നമ്മൾ ഉപേക്ഷിച്ച സ്ഥിതിക്ക് പിന്നെ നമുക്ക് ഏറ്റവും സേഫായിട്ട് എടുക്കാവുന്ന, അല്ലെങ്കിൽ ലോകം മുഴുവൻ അംഗീകരിച്ചിട്ടുള്ള ഏറ്റവും സേഫായിട്ടുള്ള ഒരു മെത്തേഡ് എന്നുള്ള രീതിയിലും കൂടിയാണ് ഞാൻ സ്റ്റീൽ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചത്. അപ്പോൾ സ്റ്റീലിനകത്ത് തന്നെ നിങ്ങൾക്ക് കുറഞ്ഞ ക്വാളിറ്റിയുള്ള സ്റ്റീൽ കൊണ്ട് കൂടി ഞാൻ പറഞ്ഞിട്ടുണ്ട് വീഡിയോയിൽ, നിങ്ങൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഈ ഫുഡ് ഗ്രേഡിലുള്ള സ്റ്റീൽ ഉപയോഗിക്കണം. അതായത് ഫുഡ് ഗ്രേഡ് സ്റ്റീൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 304, 316 ഇങ്ങനെ 2 ഗ്രേഡുകളുണ്ട്. അതാണ് ഫുഡ് ഗ്രേഡ് ഏറ്റവും നല്ല സ്റ്റീലിൻ്റെ ഗ്രേഡ് വരുന്നത്. അതായത് അതിന് വേറെ നമുക്ക് പ്രശ്നങ്ങളൊന്നുമില്ല, അങ്ങനത്തെ സ്റ്റീലാണ് ഈ 304, 316 എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് ഈ സ്റ്റീൽ ഉപയോഗിക്കുമ്പോൾ ഒരു പ്രശ്നം വെച്ചാൽ, സ്റ്റീലെന്ന് പറഞ്ഞാൽ അതിനകത്ത് ഇരുമ്പും പിന്നെ കാർബണുമാണുള്ളത്. അതേപോലെ തന്നെ പിന്നെ ഈ സ്റ്റീൽ പാത്രങ്ങൾക്കകത്ത് ശരിക്കും ക്രോമിയവും നിക്കലും അങ്ങനെ 1, 2, 3 ലോഹങ്ങളും കൂടെ ചേർത്തിട്ടുണ്ട്. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തുരുമ്പെടുക്കാതിരിക്കാൻ വേണ്ടിയും കൂടുതൽ അതിന് കാലം നിലനിൽപ്പിന് വേണ്ടിയിട്ടും ഒക്കെ ആയിട്ട് അതിനകത്ത് ചേർത്തിരിക്കുന്ന സാധനമാണ് ഈ ക്രോമിയവും നിക്കലും. ഇപ്പോൾ ക്രോമിയവും നിക്കലും നമ്മുടെ ഉള്ളിൽ പോയാൽ പ്രശ്നം വരില്ല എന്നുള്ളതാണ് ചിലർ ചോദിച്ചിരിക്കുന്ന ഒരു ചോദ്യം. അവരതിനെപ്പറ്റി കുറച്ച് ആധികാരികമായിട്ട് അറിയാവുന്നതുകൊണ്ടായിരിക്കും ഒരു പക്ഷേങ്കിൽ അങ്ങനെ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അതിനകത്തുള്ളൊരു കാര്യം വെച്ചാൽ ഇത് വളരെ ഹാർഡ് മെറ്റീരിയലാണ് സ്റ്റീൽ. അതിനകത്തുനിന്ന് ഈ ക്രോമിയവും നിക്കലും എന്ന് പറഞ്ഞ ഈ 2 മെറ്റീരിയൽസ് അതിനകത്തുനിന്ന് നമ്മളിപ്പം അതിനകത്ത് ഉപയോഗിക്കുന്ന കറികളിനകത്തേക്ക് ചേരുവാണെങ്കിൽ പോലും വളരെ വളരെ ചെറിയ മൈന്യൂട്ട് അളവിലേ ചേരത്തുള്ളൂ. അങ്ങനെ ചേർന്ന് ആ മെറ്റീരിയൽസ് നമ്മുടെ ശരീരത്തിനുള്ളിൽ പോയാലും വലിയ കാര്യമായിട്ടുള്ള യാതൊരുവിധ പ്രശ്നങ്ങളും ഉണ്ടാകാൻ സാധ്യതയില്ലാത്ത മെറ്റീരിയൽസ് തന്നെയാണ് ഇത്. കൂടുതലായിട്ട് ചെയ്യുന്ന പ്രശ്നമുണ്ട്, പക്ഷേ വളരെ ചെറിയ തോതിൽ ഒരു കാരണവശാലും നമുക്ക് പ്രശ്നം ഉണ്ടാകാതെ അത്രയും വളരെ ചെറിയ ലൈറ്റായിട്ട് മാത്രമേ ഇത് ചെല്ലാനുള്ള സാധ്യതയുള്ളൂ. മാത്രമല്ല ഇത് ഭയങ്കര ഹാർഡാണ് ഈ മെറ്റീരിയൽ. അതുകൊണ്ട് തന്നെ അങ്ങനെ പെട്ടെന്ന് മറ്റേ അലുമിനിയം പോലെ പൊളിഞ്ഞു പോരുമോ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഇതിനുണ്ടാവത്തുമില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിത് നിങ്ങൾ ഉപയോഗിച്ചോളുക, കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ നിങ്ങളോട് ഞാനിത് പറഞ്ഞത്. പിന്നെ മൺചട്ടി ഉപയോഗിച്ചാൽ അതിനകത്ത് റേഡിയേഷനുള്ള ഏതെങ്കിലും സ്ഥലത്ത് നിന്ന് മണ്ണെടുക്കുന്നതാണെങ്കിൽ നമുക്ക് റേഡിയേഷൻ അത് ഇതിനേക്കഴിഞ്ഞും കൂടുതൽ ഡേഞ്ചറാണ്. അതിനകത്ത് ഈ ആൽഫ ബീറ്റ വരാൻ വരെയുള്ള സാധ്യത ഈ മൺചട്ടിക്കകത്തൊന്നും ഉണ്ടെന്നുള്ള കാര്യവും നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. മൺചട്ടി പൂർണ്ണമായിട്ട് 100% സേഫ് എന്നൊന്നും പറയാനായിട്ട് ഒരിക്കലും പറ്റത്തില്ല. അപ്പോൾ അങ്ങനെ ഒരു സാധനമേ നമുക്ക് ലോകത്തിലില്ല. അത് 100% സേഫായിട്ട് നമുക്ക് പാചകം ചെയ്യേണ്ട സാധനമില്ല. 99% എന്നുള്ള രീതിയിൽ നമ്മൾ സ്റ്റീൽ പാത്രത്തിനകത്ത് നമുക്ക് പാകം ചെയ്യാം എന്നുള്ള രീതിയിൽ ഞാൻ പറഞ്ഞത് കേട്ടോ. അപ്പോൾ അതിന് ആ ഉത്തരവും ക്ലാരിറ്റി ആയി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഫുഡ് ഗ്രേഡിലുള്ള സ്റ്റീലുകൾ തന്നെ നിങ്ങൾ വാങ്ങിക്കുവാണെങ്കിൽ പ്രത്യേകം ചോദിച്ച് വാങ്ങി ഉപയോഗിക്കണം. അല്ലാതെ ഈ മാറ്റ് പിടിക്കുന്ന സാധാരണ ഇരുമ്പുകളും അങ്ങനെയുള്ള സംഭവങ്ങൾ ഏറ്റവും കുറഞ്ഞ ക്വാളിറ്റിയിലുള്ളതും കുറഞ്ഞ കമ്പനിയുടെയൊക്കെ എടുത്ത് ഉപയോഗിച്ചാൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിനകത്ത് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പം ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ക്വാളിറ്റിയുള്ള ഫുഡ് ഗ്രേഡ് സ്റ്റീല് 304, 316 ഗ്രേഡിലുള്ളത് നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ ഒരു കുഴപ്പമില്ല. നമ്മളിപ്പം ഈ ഹോസ്പിറ്റലിലൊക്കെ ഉപയോഗിക്കുന്ന ശസ്ത്രക്രിയാ ഉപകരണങ്ങൾ അലുമിനിയം അല്ല, അതൊക്കെ എല്ലാം ഈ പറയുന്ന സ്റ്റെയിൻലെസ് സ്റ്റീലാണ്. പിന്നെ അതിനകത്തും ഈ പറയുന്ന പോലെ ഈ പുളിയുള്ള സാധനങ്ങൾ അങ്ങനെയുള്ള സാധനങ്ങൾ ഇടുകയാണെങ്കിലൊന്ന് ശ്രദ്ധിക്കണം. അത് അത്ര സ്ട്രോങ് ആയിട്ട് ചെന്ന് കഴിഞ്ഞാൽ അതിനകത്തുനിന്ന് ഈ പറയുന്ന പോലെ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. എന്നാലും അങ്ങനെ വലിയ പ്രശ്നമൊന്നുമില്ല. നമ്മളിപ്പോൾ അത് ചെയ്യണേ ഏതെങ്കിലും ഒരു പാത്രത്തിലിട്ട് ഇത് ചെയ്യണമല്ലോ. പിന്നെ നിങ്ങൾക്ക് മൺപാത്രങ്ങൾ ഉപയോഗിക്കാം. ഉപ്പും പുളിയൊക്കെയുള്ള ഈ മീനും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കി വെക്കാനൊക്കെ ആണെങ്കിൽ മൺപാത്രങ്ങൾ ഉപയോഗിക്കാം, കുഴപ്പമൊന്നുമില്ല. മൺപാത്രത്തിനും 100% സേഫ് എന്നുള്ള രീതി നമുക്ക് പറയാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ നിങ്ങൾക്ക് 99.9% സേഫായിട്ട് ഉപയോഗിക്കാവുന്ന ഒരു മെത്തേഡ് തന്നെയാണ് ഈ ഇൻഡക്ഷൻ കുക്കർ പ്ലസ് ഈ സ്റ്റീൽ പാത്രങ്ങൾ എന്ന് പറയുന്ന സംഭവം. അപ്പോൾ അത് എല്ലാ ലോകരാജ്യങ്ങളും ഈ സ്റ്റീൽ പാത്രങ്ങൾ അംഗീകരിച്ച് കുഴപ്പമില്ലാത്ത ഒരു പാത്രമായിട്ട് അംഗീകരിച്ച് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഭവം എന്നുള്ള കാര്യവും നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ അവസാനമായിട്ട് നമ്മൾ നോക്കുന്ന ഒരു കേസ് എന്താണെന്ന് വെച്ചാൽ, നിരവധി ആളുകൾ പറഞ്ഞു ഇത് എന്ത് ബാറ്ററിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്, എത്ര എണ്ണമാണ് ഉപയോഗിച്ചിരിക്കുന്നത്, ഇതിനകത്ത് ഇൻവെർട്ടർ ഏതാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെപ്പറ്റി ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യം ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞില്ല എന്നുള്ളൊരു പരാതിയാണ് പിന്നെ പറഞ്ഞത്. അപ്പോൾ അത് ഞാൻ അതിനകത്ത് പറയാതെ വിട്ടേണ്ട ഒരു കേസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് ഞാൻ അതിനകത്ത് തമ്പനയിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ ഞാൻ പ്രധാനമായിട്ടാണ് ഞാൻ പറഞ്ഞിരുന്നത് ഒരു പാനൽ ഉപയോഗിച്ച് പാചകം ചെയ്യാം എന്നുള്ളത്. അപ്പോൾ ഈ ഒരു പാനൽ ഉപയോഗിച്ച് പാചകം ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പിന്നെ അതിനകത്ത് 2 പാനൽ ഉപയോഗിച്ച് പാചകം ചെയ്യാൻ പറ്റുമോ, 3 എണ്ണം ഉപയോഗിച്ച് പാചകം ചെയ്യാൻ പറ്റുമോ എന്നുള്ള കാര്യം ഞാൻ പറയേണ്ട കാര്യമില്ല. കാരണം ഒന്നിൽ തന്നെ നടക്കും. പിന്നെ 2, 3 അതിലേക്ക് പോയാൽ കൂടുതൽ ഈസിയാണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുമല്ലോ എന്ന് കരുതിക്കൊണ്ടാണ് ഞാൻ അതിനെപ്പറ്റി കൂടുതൽ പറയാത്തത്. അപ്പം അതിൻ്റെ ഒരു കാര്യം വെച്ചാൽ നമ്മൾ ബാറ്ററിയിലാണ് ശരിക്കും ഈ ഇൻഡക്ഷൻ കുക്കർ നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് പാനലിൻ്റെ എണ്ണം എത്രയാണെന്നുള്ളൊരു വിഷയമല്ല. അതേന്ന് വരുന്ന ആ ചാർജ് ബാറ്ററിയിലോട്ട് ചാർജായി അത് ഫുള്ളായിക്കോളും ബാറ്ററി. അപ്പോൾ ഒറ്റ സിംഗിൾ പാനൽ ഉപയോഗിച്ചേക്കുന്ന ആൾക്കാർക്ക് വേണമെങ്കിലും ഇത് ഉപയോഗിക്കാം. ഡബിൾ പാനലുണ്ടെങ്കിൽ കുറച്ചുകൂടെ കൂടുതൽ സമയം ഉപയോഗിക്കാം. 3 പാനലുണ്ടെങ്കിൽ 4 പാനലുണ്ടെങ്കിലും അതിനെ കഴിഞ്ഞ് കൂടുതൽ സമയത്തേക്ക് നമുക്കിത് ഉപയോഗിക്കാനായിട്ട് പറ്റും ഇൻഡക്ഷൻ കുക്കർ എന്നുള്ളതാണ് അതിനകത്തു നിന്നുള്ളൊരു കാര്യം. പിന്നെ ബാറ്ററി ഉപയോഗിക്കുന്നത് ഞാൻ പറഞ്ഞു, ഒരു ബാറ്ററിയിൽ ഒരിക്കലും നമുക്കിത് കണക്ട് ചെയ്യാനായിട്ട് പറ്റത്തില്ല. 2 ബാറ്ററി മിനിമം ഞാൻ കാണിച്ചത് 2 ബാറ്ററി തന്നെ വെച്ചിട്ടാണ് കാണിച്ചത്. അപ്പോൾ ഉപയോഗിച്ച ബാറ്ററി എന്ന് പറയുന്നത് 200 AHൻ്റെ C5 ഗ്രേഡിൽ ഉപയോഗിക്കാവുന്ന C5 റേറ്റിങ്ങിൽ ഉപയോഗിക്കാവുന്ന തരം 2 200 AHൻ്റെ 2 ബാറ്ററിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്.
അതിനെ കഴിഞ്ഞും കൂടുതൽ ബാറ്ററി വെക്കുവാണെങ്കിൽ ഇപ്പോൾ 4 ബാറ്ററി വെക്കുവാണെങ്കിൽ ഒത്തിരി ബെറ്റർ ആയിരിക്കും, നല്ല പെർഫോമൻസ് ആയിരിക്കും, കൂടുതൽ ടൈം കിട്ടും. അപ്പം മിനിമം വേണ്ട 2 ബാറ്ററി, അത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 2 ബാറ്ററിയാണ് ഇത് കണക്ട് ചെയ്തിരിക്കുന്നത്, 200 AH-ൻ്റെ 2 ബാറ്ററിയാണ്. പിന്നെ അത് നിങ്ങൾക്ക് മനസ്സിലായി പോകും എന്ന് വിചാരിച്ച് ഞാൻ പറഞ്ഞതാണ്, പക്ഷേ ആൾക്കാർക്ക് അത് അത്ര ഐഡിയ കിട്ടാത്തതുകൊണ്ടാണ് ഞാൻ വളരെ വിശ്വാസം വരുന്നത്. ഒരു പാനൽ വേണമെങ്കിൽ നിങ്ങൾക്ക് 1 മതി, 2 3 എത്ര എണ്ണം വേണമെങ്കിലും പാനൽ നിങ്ങൾക്ക് ഉപയോഗിക്കാം. മിനിമം ഒരു പാനൽ വെച്ചാലും വർക്ക് ചെയ്യും. രണ്ടാമത് ബാറ്ററിയുടെ കേസ് മിനിമം 2 ബാറ്ററി വേണം. അത് നിങ്ങൾ 150ൻ്റെ ബാറ്ററി ആണെങ്കിലും 100ൻ്റെ ബാറ്ററി ആണെങ്കിൽ 2 വെച്ചാൽ 24 വേണമെങ്കിൽ വർക്ക് ചെയ്യും. പക്ഷേ 200 AH-ൻ്റെ ബാറ്ററി വെക്കുകയാണെങ്കിൽ അതായിരിക്കും ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള കാര്യം. പിന്നെ ഇൻവെർട്ടർ, ഞാൻ ആ ഉപയോഗിച്ച ഇൻവെർട്ടർ 3 kVA-യുടെ ഒരു ഇൻവെർട്ടറാണ് ഉപയോഗിച്ചത്. ശരിക്കും അത് ഞാൻ 3 kVA ആണ് നിങ്ങളോട് വ്യക്തമായിട്ട് ഞാൻ പറയാത്തതിന് കാരണം വെച്ചാൽ നിങ്ങൾക്ക് അത് 3 kVA വേണമെന്ന് നിർബന്ധമില്ല. നിങ്ങൾക്ക് ഈ ഇൻഡക്ഷൻ കുക്കർ എന്ന് പറയുന്നത് 1200 വാട്ട്സേ ഉള്ളൂ. അപ്പോൾ 1500 വാട്ടിൻ്റെ ഒരു ഇൻവെർട്ടർ വെച്ചാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ അത് വർക്ക് ചെയ്യിപ്പിക്കാം. അപ്പോൾ ഞാൻ 3 kVA-യുടെ ഇൻവെർട്ടറാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഞാൻ അന്നേരം പറഞ്ഞാൽ നിങ്ങൾ വിചാരിക്കും ഇത് 3 kVA ഉണ്ടെങ്കിൽ ഇൻഡക്ഷൻ കുക്കർ എടുക്കുള്ളൂ എന്ന്. അങ്ങനെ നിങ്ങൾ വിചാരിക്കണമെന്ന് കരുതിക്കൊണ്ടാണ് ഞാൻ എൻ്റെ kVA എത്രയാണെന്നുള്ളത് പറയാതിരുന്നത്. അത് 3 kVA ആയിരുന്നു. പക്ഷേ നിങ്ങൾക്ക് ഒരു 1.5ൻ്റെ 1.5യുടെ ഒരു സംഭവം വെച്ചാൽ പോലും ഈ ഇൻഡക്ഷൻ കുക്കർ സുഖമായിട്ട് വർക്ക് ചെയ്യും. കൂടുതലുണ്ടെങ്കിൽ നമുക്ക് മറ്റു ലോഡുകളോടൊപ്പം ഇൻഡക്ഷൻ കുക്കറും കൂടെ സുഖമായിട്ട് വർക്ക് ചെയ്യിപ്പിക്കാം എന്നുള്ളതാണ് അതിനകത്ത് നമ്മൾ ഇച്ചിരി പവർ കൂടി വെക്കുന്നത് എന്നുള്ള ഉദ്ദേശം. അപ്പം പൈസയും അതിനനുസരിച്ച് നമ്മൾ കൂടുതൽ അതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അതുകൊണ്ടാണ് അതിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ പറയുന്നത്. പിന്നെ MPPT ചാർജ് കണ്ടോളം നിങ്ങൾക്കറിയാം, ഞാൻ പറഞ്ഞിട്ടുണ്ട്. MPPTയുടെ കുറേ വീഡിയോകളെല്ലാം ഞാൻ ചെയ്തിട്ടുള്ളതാണ്. MPPT നമുക്ക് ഞാനിപ്പം വെച്ചാൽ 60 ആംപിയറിൻ്റെ MPPT വെച്ചിട്ട് 24 ലൈറ്റാണ് കൊടുത്തത്. നിങ്ങൾക്ക് അത് അതിനെക്കഴിഞ്ഞും കുറഞ്ഞത് വെച്ചാലോ കൂടി വെച്ചാലോ ഒന്നും പ്രശ്നമില്ല. കാരണം ഇൻഡക്ഷൻ കുക്കറും ബാറ്ററിയും തമ്മിൽ മാത്രമാണ് ശരിക്കും കണക്ഷൻ വരുന്നത്. ബാക്കി നിങ്ങൾ ഏത് രീതിയിൽ കൂടി ചെയ്തെന്ന് പറഞ്ഞാലും പ്രശ്നമില്ലാത്തതുകൊണ്ടാണ് കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് അതിനെപ്പറ്റി ഞാൻ അന്നേരം ആ വീഡിയോയിൽ പറയാത്തത്. ഇത് ഒരുപാട് ആൾക്കാർ കണ്ടമാനം മെസ്സേജ് വിട്ടു, അതിൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞിട്ടില്ല. എത്ര ബാറ്ററി, എത്ര പാനൽ, എത്ര MPPT, ഇൻവേർട്ടറിൻ്റെ പവർ എത്ര, ഇങ്ങനെ ഒത്തിരി നിരവധി ചോദിച്ചുകൊണ്ട് വിശദമായിട്ട് തന്നെ ഞാനിപ്പം നിങ്ങളോട് പറഞ്ഞു തന്നിരിക്കുന്നു. ഇനി നിങ്ങൾക്ക് ഇതിനകത്ത് ഒരു കമൻറ്റ് ബോക്സിലേക്ക് ഒരു കമൻറ്റ് ഇടേണ്ടതായിട്ടുള്ളൊരു സാഹചര്യം ഉണ്ടാകും എന്നെനിക്ക് തോന്നുന്നില്ല. കാരണം അതുപോലെ വിശദമായിട്ട് ഞാനിത് നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. കുറേ ടൈം കൂടുതൽ വന്നിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ഫുള്ളായിട്ട് മിക്കവാറും ആരും കണ്ടിട്ടുണ്ടാവാനായിട്ട് സാധ്യതയില്ല. കാരണം അത്രയും ഇതിന് ലെങ്ത് ഉണ്ടല്ലോ. അപ്പോൾ ആരെങ്കിലും ഈ വീഡിയോ പൂർണ്ണമായിട്ടും ഈ സമയം വരെയും ഫുള്ളായിട്ട് സ്കിപ്പ് ചെയ്യാതെ കണ്ടവരുണ്ടെങ്കിൽ എൻ്റെ കമൻറ്റ് ബോക്സിനകത്ത് യെസ് എന്ന് മാത്രം ജസ്റ്റ് ഒന്ന് ഇടണം. കാരണം അങ്ങനെയുള്ള ആരെങ്കിലും ഉണ്ടോ എന്ന് എനിക്കൊന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒരു കൗതുകത്തിന് വേണ്ടിയിട്ട് ഞാൻ ചോദിച്ചത് മാത്രമേ ഉള്ളൂ. ആരെങ്കിലും കണ്ട് ഈ പാർട്ട് വന്ന് കാണുന്നവരല്ല ഞാൻ പറഞ്ഞത്, ആദ്യം മുതൽ മൊത്തം കണ്ട് ഈ പാർട്ട് ഇവിടെ വരെ എത്തിയ ആരെങ്കിലും ഈ അവസാനം വരെ വന്നവരുണ്ടെങ്കിൽ നിങ്ങൾ എസ് എന്ന് മാത്രം അടിച്ചാൽ മതി, വേറെ ഒന്നും ചെയ്യേണ്ട. എനിക്ക് മനസ്സിലാവുമല്ലോ. എസ് എന്ന് മാത്രം കമൻറ്റ് ബോക്സിൽ വന്നിടുന്നത് എനിക്കൊന്ന് അറിയാൻ വേണ്ടി ആരെങ്കിലും അങ്ങനെ ഇത് ഫുള്ളായിട്ട് കണ്ട ആളുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഇത്രയും കാര്യങ്ങളാണുള്ളത്. അപ്പം നമ്മൾ ഈ വീഡിയോ ഇവിടെ കൊണ്ട് വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇതേവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങളിത് കാണുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇതേപോലെ പുതിയ നിങ്ങൾക്ക് കൂടുതൽ ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോയുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ.